ഓണമാഷിന് നന്ദി. പ്രകാശ് മാഷ് പരമ്പരയിലെ ആദ്യത്തെ പ്രഭാഷണമായ ഗ്രീക്ക് സംസ്കാരവും നാടകവും എന്ന വിഷയം അവതരിപ്പിക്കാൻ കഴിയും. പ്രിയപ്പെട്ട അധ്യക്ഷൻ, എൻ്റെ സുഹൃത്ത് ഡോക്ടർ ജോയ് പോൾ, ഏറ്റവും പ്രിയങ്കരനായ KP മോഹൻ, പ്രിയപ്പെട്ട DT വർഗീസ്, ബഹുമാന്യരെ, സ്നേഹിതരെ, രംഗചേതന അതിൻ്റെ പ്രവർത്തനങ്ങളിലെ 40ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. ഈ 40ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ അഭിമാനിക്കാവുന്ന ധാരാളം നേട്ടങ്ങൾ ഈ നാടക പ്രസ്ഥാനം കൈവരിച്ചിട്ടുണ്ട്. അതിൻ്റെ ചുക്കാൻ പിടിച്ചിട്ടുള്ളത് എൻ്റെ മാന്യ സുഹൃത്ത് ET വർഗീസ്. പലപ്പോഴും നാം പലരെ പറ്റിയും ചരിത്രത്തിനൊപ്പം നടന്നയാൾ എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. തൃശ്ശൂരെ കഴിഞ്ഞ 40 വർഷത്തെ നാടക ചരിത്രത്തിൽ എനിക്ക് സംശയമില്ലാതെ എൻ്റെ മുമ്പിലിരിക്കുന്ന സുഹൃത്തുക്കളോട് പറയാൻ കഴിയുന്ന വസ്തുതയാണ് ET വർഗീസാണ് ചരിത്രത്തിനൊപ്പം നടന്നയാൾ. എനിക്ക് മുൻപ് സംസാരിച്ച സുഹൃത്തുക്കൾ രണ്ടുപേരും അദ്ദേഹത്തിൻ്റെ എളിമയെ പറ്റിയിട്ട് പറഞ്ഞു. ആരെയും തോൽപ്പിക്കുന്ന എന്നല്ല, ആരെയും പരിഭ്രാന്തരാക്കുന്ന ഒരു ഹ്യൂമിലിറ്റി വർഗീസിനുണ്ട്. അത്രയ്ക്ക് ഉള്ള ഒരു അതേസമയം കൈവരിച്ചിട്ടുള്ള നേട്ടങ്ങൾ അത് മറ്റൊരു അവസരത്തിൽ നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ഈ 40ാം ആഘോഷത്തിലേക്ക് കടക്കുമ്പോൾ ഞങ്ങൾ രണ്ടും കൂടി ചർച്ച ചെയ്യുകയുണ്ടായി. എന്ത് വിഷയത്തെ പറ്റിയിട്ടാണ്, എന്തൊക്കെ പ്രോഗ്രാംസ് ആണ് നാം തിരഞ്ഞെടുക്കേണ്ടതെന്ന്. അദ്ദേഹത്തിന് എനിക്കും സംശയം ഉണ്ടായിരുന്നില്ല. പണ്ട് ജർമ്മൻ തത്വചിന്തകനായിട്ടുള്ള ഹെഗൽ പറഞ്ഞിട്ടുണ്ട്, അതായത് പ്രാക്ടീസ് ഇല്ലാത്ത, പ്രവർത്തനങ്ങളില്ലാത്ത തിയറി അബ്സേർഡാണ്. അതുപോലെ തന്നെ തിയറി ഇല്ലാത്ത പ്രവർത്തനങ്ങൾ ആത്മഹത്യാപരവുമാണ്. രണ്ടും പരസ്പര പൂരകങ്ങളാണ്. ഈ ഒരു സ്വഭാവം നാടക സാഹിത്യത്തിനും നാടകം അരങ്ങത്ത് അവതരിപ്പിക്കുന്നതിനുമുണ്ട്. അരങ്ങത്ത് അവതരിപ്പിച്ചില്ലെങ്കിൽ നാടകമില്ല. ഒരു നാടകത്തെ എഴുതുന്നത് അരങ്ങത്ത് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. എത്ര നല്ല നാടകത്താണെങ്കിലും, എത്ര ആരും കാണാൻ വരാത്ത നാടകത്താണെങ്കിലും അദ്ദേഹം നാടകം എഴുതുമ്പോൾ അദ്ദേഹം സങ്കല്പിക്കുന്നത് എൻ്റെ മുമ്പിൽ ഒരു ഓഡിയൻസ് കുറേ പേരിയ്ക്കുന്നു, അവരോട് ഞാൻ സംവേദിക്കുന്നു, അവിടെ നടന്മാർ വരുന്നു, നടികൾ വരുന്നു, സംസാരിക്കുന്നു, സംഘർഷങ്ങൾ ഉണ്ടാകുന്നു, സങ്കല്പിച്ചിട്ടാണ്. അതേസമയം ഇങ്ങനെ അവതരിപ്പിക്കുന്ന നാടകത്തിന്
നല്ല ശില്പഭദ്രതയുള്ള ഒരു സാഹിത്യ സൃഷ്ടി ഉണ്ടാകണം എന്ന് ഇഷ്ടമുള്ള ഒരാളാണ് ഞാനും, എന്നെ പോലെ ചിന്തിക്കുന്നവരെ. അതായത് നാടകം കാണാത്ത ഒരാളിന് പോലും ഈ രചിച്ചിട്ടുള്ള നാടകം വായിക്കുമ്പോൾ കുറെ അധികം ദൂരം തീവ്രമായ ഒരു അനുഭവം, തീവ്രമായ ഒരു വൈകാരിക അനുഭവം ആ സാഹിത്യ സൃഷ്ടി വായിക്കുമ്പോൾ ഉണ്ടാകണം. അങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ തെളിവാണല്ലോ നമ്മളെല്ലാവരും നമ്മുടെ സ്വകാര്യതയിൽ അല്ലെങ്കിൽ കൂട്ടുകാരുമായിട്ട് ഗ്രീക്ക് നാടകങ്ങളാണെങ്കിലും വില്യം ഷേക്സ്പിയറുടെ നാടകങ്ങളാണെങ്കിലും എത്രയോ ഷേക്സ്പിയറിൻ്റെതും അതിനുശേഷം ഉണ്ടായിട്ടുള്ള ഇബ്സൻ്റെയൊക്കെ നാടകങ്ങൾ നമുക്കൊക്കെ എന്തോ നമുക്ക് അധികം കാണാനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടില്ല. എങ്കിലും ഈ നാടകം വായിച്ചിട്ടുള്ള ഒരു വലിയ ജനസമൂഹം നമ്മുടെ ഇടയിൽ. ആ നാടകം വായിക്കുന്നത് ആ പുസ്തകം വായിച്ച് തീരുമ്പോൾ ഉണ്ടാകുന്ന ഒരിക്കലും മറക്കാനാകാത്ത അനുഭവം കൊണ്ടാണ്. ഞാൻ അന്നൊരിക്കൽ പറഞ്ഞൊരു കാര്യമുണ്ടത്. മാത്യു ആർണോൾഡ് എന്ന് പറഞ്ഞ് ലോകപ്രശസ്തനായിട്ടുള്ള ഇംഗ്ലീഷ് കവി ഉണ്ടായിരുന്നു. അദ്ദേഹം നല്ല കവിയായിരുന്നു, നല്ല വിമർശകനായിരുന്നു, നല്ല അധ്യാപകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ 68ാമത്തെ വയസ്സിൽ ആർണോൾഡ് മരിച്ചു കിടക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യ കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുൻപിൽ വില്യം ഷേക്സ്പിയറിൻ്റെ ഹാംലെറ്റ് എന്ന നാടകത്തിൻ്റെ ഒരു പേജ് തുറന്നു വെച്ചിരിക്കുകയാണ്. ആ പേജിൻ്റെ ഒരു ഭാഗം നനഞ്ഞിട്ടുണ്ട്. രാത്രി അത് വായിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ആർണോൾഡ് ലോകത്തുനിന്ന് വിട്ടുപോകുന്നത്. അങ്ങനെയുള്ള ഒരു പുസ്തകം തന്നെ വായിക്കുക എന്നുള്ളത്, ഒരു നാടകകൃതി വായിക്കുക എന്നുള്ളത് തന്നെ നമ്മളെ, എൻ്റെ കാര്യത്തിൽ സത്യസന്ധമായിട്ട് എൻ്റെ മുമ്പിലിരിക്കുന്ന സുഹൃത്തുക്കളെ ഷെയർ ചെയ്യുകയാണ്. എന്നെ അത് എനിക്ക് എൻ്റെ ചുറ്റും പരിചയമുള്ള എൻ്റെ ഭാഷയിലെ വളരെ പ്രശസ്തരായ എഴുത്തുകാര് അവരുടെ പല രചനകളും വായിക്കുന്നത് ഞാൻ 1 മാസം 2 മാസം കഴിയുമ്പോൾ എൻ്റെ മനസ്സിൽ നിന്ന് ഞാൻ മറന്നുപോകും. അതേസമയം ഞാൻ വായിക്കുന്ന സോഫോക്ലീസിൻ്റെ ഈഡിപ്പസ് ആണെങ്കിലും വില്യം ഷേക്സ്പിയറിൻ്റെ ഒഥല്ലോയുടെ നമുക്ക് ആർക്കും മറക്കാനൊക്കാത്ത ഭാര്യയെ പറ്റിയുള്ള സംശയത്തിൻ്റെ ആഴമാണെങ്കിലും മക്കളുടെ നന്ദികേടുകൊണ്ട് ഭ്രാന്തനായിട്ട് കൊടുങ്കാറ്റിൽ മഴയത്ത് അലയുന്ന കിങ് ലിയറിന്റെ ചിത്രമാക്കി അത് ഒരിക്കൽ വായിച്ചാൽ ജീവിതത്തിൽ നിന്ന് നിങ്ങൾക്കത് മറക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് രംഗചേതനയുടെ 40ാം വാർഷികത്തിൽ നാം നാടക സാഹിത്യ ചർച്ച നടത്തുമ്പോൾ എവിടെ തുടങ്ങണം എന്ന ചർച്ച വന്നത്. ആദ്യം ഞങ്ങൾ വിചാരിച്ചു 20ാം നൂറ്റാണ്ട് നാടകത്തെ പറ്റിയിട്ട് ഒരു 3-4 ലെക്ചേഴ്സ് ആകാം. പിന്നെ തീരുമാനിച്ചു വേണ്ട, നമ്മുടെ നാടകമാണല്ലോ നമ്മുടെ ഒരു അനുഭവം, അതിൻ്റെ തുടക്കം തന്നെയാകട്ടെ. അതിൻ്റെ 2ാം ഭാഗം സമകാലിക ലോകം എന്നുള്ളത്, അത് നമ്മളുടെ ഈ സമകാലിക ലോകവും എൻ്റെ സുഹൃത്ത് ജോയ് പോളും KP മോഹനും പറഞ്ഞ വിഷയങ്ങൾ, മറ്റ് പ്രശ്നങ്ങൾ, അത് നമുക്ക് ഈ നാടക പരമ്പരയിലെ
ആ ഒരു 4 ദിവസം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു ദിവസം ക്രിട്ടിക്കലായിട്ട് ചർച്ച ചെയ്യാൻ നമ്മളിരിക്കാം. അത് വേണം, അത് ശരിയാണ്. ലോകത്ത് ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ക്ലാസിക്സ്, ടൈംലെസ്, കാലാതീതമായ ക്ലാസിക്സ് എന്ന് നാം പറയുന്ന ഏതെങ്കിലും ഒരു പുസ്തകം വിമർശനാതീതമായിട്ടുണ്ടോ? ഇല്ല. വിമർശനങ്ങൾ ഉണ്ടാകും. വിമർശനങ്ങൾ ഉണ്ടാകുന്നതിന്റെ അർത്ഥം ആ പുസ്തകം അത്രയധികം വിലയുണ്ടെന്നുള്ളതാണ്. ഇവിടെ നമ്മുടെ പ്രശ്നം കൃത്യമായിട്ട് പറഞ്ഞു, ക്രിസ്തുവിന് 500 വർഷം മുൻപ്, ഇന്നത്തെ 2400 2500 വർഷങ്ങൾക്ക് മുൻപ് എഴുതപ്പെട്ടിട്ടുള്ള നാടകങ്ങൾ എന്തുകൊണ്ട് ഇന്നും ആസ്വദിക്കപ്പെടുന്നു എന്നുള്ളതാണ്. കാറൽ മാർക്സ് അതിന് ചില വിശദീകരണങ്ങൾ അവർക്ക്. കാറൽ മാർക്സില് ഉള്ള ചില കോൺട്രഡിക്ഷൻസ് ഉണ്ട്. ഒന്ന്, അദ്ദേഹം പറഞ്ഞു അദ്ദേഹവും അദ്ദേഹത്തിന്റെ മക്കളും ആവർത്തിച്ചു വായിച്ചിരുന്നത് വില്യം ഷേക്സ്പിയറിന്റെ നാടകങ്ങളും ഗ്രീക്ക് നാടകങ്ങളുമാണെന്ന് അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം അദ്ദേഹം പറയുന്നു ശാശ്വതമായിട്ടുള്ള മാറ്റം മാത്രമാണ്, ചേഞ്ച് ഈസ് ദ ഓൺലി എറ്റേണൽ റിയാലിറ്റി ഇൻ ദിസ് വേൾഡ്. ഈ ലോകത്ത് മാറ്റമില്ലാതെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റം മാത്രമാണ്. മാറ്റം. അപ്പോ ഒരു ഭാഗത്ത് മാറ്റം മാത്രമാണ് യാഥാർത്ഥ്യമെന്ന് വാദിക്കുമ്പോൾ മറുഭാഗത്ത് മാറ്റമില്ലാതെ ചില കാര്യങ്ങൾ നിൽക്കും. ഇതിലൊരു വൈരുദ്ധ്യമുണ്ട്. ഈ വൈരുദ്ധ്യം എന്താണ് എന്നുള്ള അന്വേഷണം എനിക്ക് മുൻപ് ലക്ഷക്കണക്കിന് എഴുത്തുകാരും അധ്യാപകരും ഗവേഷകരും നടത്തിയിട്ടുണ്ട്. ഇന്നും അവർ നടത്തിക്കൊണ്ടിരിക്കുന്നു. നേരത്തെ കെ പി മോഹൻ പറഞ്ഞതുപോലെ ശാശ്വതമായിട്ടുള്ള മൂല്യങ്ങൾ, മാനുഷിക മൂല്യങ്ങൾ ഉണ്ടോ? അതോ എല്ലാം മാറുന്നതാണോ? 2500 വർഷങ്ങൾക്ക് മുൻപ് യാതൊരു രീതിയിലുമുള്ള കോംപ്രമൈസ് ഇല്ലാതെ ഭാര്യ, ഒരു തെസ്യൂസിന്റെ രണ്ടാമത്തെ ഭാര്യ അവളെ സഹായിക്കുന്ന ജോലിക്കാരി കൂടെയുള്ള സഹായിയോട് പറയുകയാണ്, എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ മകനോട് കലശലായ പ്രണയം ഉണ്ടായിരിക്കുന്നു. ഓക്കെ, അവനെ കാണുമ്പോൾ എൻ്റെ ശക്തി മുഴുവൻ ചോർന്നു പോകുന്നു. അപ്പോ മന്ധര ഇവളോട് ഏറ്റവും ഇഷ്ടമുള്ള സഹായിക്കുന്ന സ്ത്രീ പറയുകയാണ്, ഇതൊക്കെ എല്ലാ സ്ത്രീകൾക്കും ഉണ്ടാകുന്ന ഒരു വികാരമാണ്, അതിന് ഒരേ ഒരു വഴിയേ ഉള്ളൂ, ആ വികാരത്തിന് നീ വശംവദയാകണം, വേറെ നിനക്ക് പരിഹാരമില്ല. ഇതിൻ്റെ നമ്മൾ ആ നാടകത്തിലെ ആ സന്ദർഭമല്ല, പക്ഷേ 2500 വർഷങ്ങൾക്ക് ശേഷം ഇന്നും എഴുതപ്പെടുന്ന എത്രയോ നോവലുകളിൽ, എത്രയോ നാടകങ്ങളിൽ, OV വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസം വായിക്കുന്ന ഒരു മനുഷ്യനും മറക്കാൻ കഴിയാത്ത ഒരു കത്താണ് അച്ഛൻ അവിടെ വലിവായിട്ട് കിടക്കുമ്പോൾ രവിക്ക് രണ്ടാനമ്മയുമായിട്ടുണ്ടാകുന്ന ബന്ധം. ഇതിന് അപ്പോ 2500 വർഷങ്ങൾക്ക് മുൻപ് എഴുതിയ ഒരു നാടകത്തിലെ ഒരു സന്ദർഭവും 1970 എഴുതിയ ഒരു സന്ദർഭവും 2500 വർഷം ഇതിനിടയ്ക്ക് നിശ്ചലമായി നിൽക്കുകയാണ്. എങ്ങനെയാണ് ഇത്? ഒരു സ്ത്രീയെ ആക്ഷേപിക്കാനും കളിയാക്കാനും അല്ല ഞാൻ പറയുന്നത്. ഇതിനേക്കാൾ തൻ്റെ സർവസ്വവും കളഞ്ഞിട്ട്
അച്ഛനോടും അമ്മയോടുമുള്ള എല്ലാ വർഷങ്ങളോളമുള്ള സ്നേഹവും ഉത്തരവാദിത്വവും എല്ലാം വാരി എറിഞ്ഞിട്ട് പ്രിയപ്പെട്ട കാമുകന്റെ കൂടെ ഒരു പെൺകുട്ടി ഒളിച്ചോടുമ്പോൾ 5 വർഷം കഴിഞ്ഞ് ഇവൻ പറയുകയാണ്, ജീവിതത്തിലൊക്കെ ചില അനുഭവങ്ങളൊക്കെ ഉണ്ടാകാം, പക്ഷേ എനിക്ക് നിന്നിലുള്ള താല്പര്യം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഞാനൊരു പുതിയ പെൺകുട്ടിയെ കണ്ടിരിക്കുന്നു. എന്താ പ്രശ്നം? ഏറ്റവും പ്രശസ്തമായ ഒരു ഗ്രീക്ക് നാടകത്തിന്റെ ഒരു സന്ദർഭമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എന്തുകൊണ്ട് സമകാലികത എന്ന സമകാലിക ലോകം എല്ലാം മാറി 2500 വർഷം ഒരു 10, 100, 150 തലമുറ കഴിഞ്ഞു പോയിരിക്കുന്നു. എന്നിട്ടും ചില മാനുഷിക വികാരങ്ങൾ, പക, സ്നേഹം, പൊറുക്കാൻ കഴിയാത്ത തെറ്റുകൾ, ഇതൊക്കെ നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ അവസരത്തില് നമ്മൾ അന്വേഷിക്കേണ്ട അതുകൊണ്ടാണ് നമ്മളുടെ ഓരോ ഞാൻ സംസാരിക്കുമ്പോൾ ഇതിനെ പറ്റിയിട്ടൊക്കെ പറയുമെങ്കിലും നാം മനസ്സിലാക്കേണ്ടത് സമകാലിക ലോകം എന്ന് പറയുന്നത് തുടർച്ചയായിട്ട് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോ ഇന്ന് അടുത്ത 1 മണിക്കൂർ അല്ലെ 1.5 മണിക്കൂറിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഗ്രീക്ക് സംസ്കാരവും നാടകവും എന്നാണ് ഇന്നത്തെ വിഷയം. ഈ വിഷയത്തിൽ എടുത്തു പറയേണ്ടത്, ആമുഖമായിട്ട് പറയുന്നത്, ഈ ഗ്രീക്ക് സംസ്കാരം എന്നത് 2500-നും 2400-നും ഇടയില് 100 വർഷത്തോളം നിലനിന്ന ഒരു സംസ്കാരത്തിന്റെ ഉൽപ്പന്നമാണ് എന്നതാണ്. നമുക്കൊരിക്കലും ഈ ഒരു കാലഘട്ടത്തിന് അന്ന് നിലനിന്ന സാമൂഹ്യ, രാഷ്ട്രീയ, സാംസ്കാരിക പശ്ചാത്തലത്തിൽ നിന്നും മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് ആ 100 വർഷത്തെ നാടക ചരിത്രത്തിനെ സമീപിക്കാൻ കഴിയില്ല. ആകാശത്തു നിന്നും 2-3 പ്രശസ്തരായ നാടകകൃത്തുക്കളങ്ങ് പൊട്ടി വീണിരിക്കുന്നു, ഒരിക്കലുമല്ല. ഗ്രീസിന്റെ ചരിത്രത്തിലെ സുവർണകാലമെന്ന് വിശ്വസിക്കുന്ന നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കുകയാണ്. ആ ഒരു സംസ്കാരം, ആ സംസ്കാരത്തിന് ലബ്ധപ്രതിഷ്ഠരായ എത്രയോ മഹാപ്രതിഭകൾ ചെയ്തിട്ടുള്ള സംഭാവനയുടെ പ്രതിഫലനമാണ് ഗ്രീക്ക് നാടകം. അതിൽ നാടകകൃത്ത് ആ കാലഘട്ടത്തിന്റെ ശബ്ദമായിരുന്നു എന്ന് മാത്രം നാം മനസ്സിലാക്കണം. പക്ഷേ ആ പ്രതിഭകള് അതിനെപ്പറ്റി കുറച്ചു പേര്, ഒന്ന് എന്തുകൊണ്ടാണ് 2400 വർഷം എന്നൊക്കെ പറയുമ്പോൾ അന്ന് നമുക്ക് കേരളത്തിനെ വിടാം. കേരളം എന്നല്ല, ലോകത്തെ എത്രയോ രാജ്യങ്ങൾ ഒന്നുമല്ലാതെ ഒക്കെ നിലനിന്നിരിക്കുന്നു. അന്ന് 2400 വർഷങ്ങൾക്ക് മുൻപ് ഒരു ഗ്രീക്ക് സംസ്കാരം അവിടെ തിളങ്ങി നിൽക്കുമ്പോൾ ഇന്ത്യയിൽ അറിയപ്പെടുന്നത് ശ്രീബുദ്ധൻ മാത്രമാണ്. ഇന്ത്യയിൽ ശ്രീബുദ്ധനാണ് ആ കാലത്ത്. ലോകത്തെ ചൈനയില് ചില ഫിലോസഫേഴ്സ് ആ കാലത്തുണ്ട്. അവിടെ ഇവിടെയും ചില ഫിലോസഫേഴ്സ് ഉണ്ട്, ചില ശാസ്ത്രജ്ഞന്മാരുണ്ട്, ചില അസ്ട്രോണമേഴ്സ് ഉണ്ട്. പക്ഷേ ഗ്രീസ് ഈ 100 വർഷത്തിനിടയിൽ ഗ്രീസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഗ്രീസിൽ അന്ന് ഒരു 100 പ്രതിഭകൾ
അതിന് ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം ഗ്രീസിൽ എഴുതിയിട്ടുള്ള ചരിത്രം മാത്രമാണ് നമുക്ക് റെക്കോർഡഡ് ഹിസ്റ്ററി എന്ന് പറയും. റെക്കോർഡ് ചെയ്യണ്ടേ? ഞാനിത് പറയുമ്പോൾ എന്നോട് ലഹള കൂട്ടാനൊക്കെ കുറച്ച് പേര് വന്നെന്നൊക്കെ ഇരിക്കും. അതിനേക്കാൾ മുൻപ് ഇവിടെ സംസ്കാരം ഉണ്ടായിരുന്നു. ഞാൻ ആരുമായിട്ടും ആ കൂട്ടത്തിൽ ഒരു ഡിബേറ്റിന് ഞാൻ തയ്യാറല്ല. ശരിയായിരിക്കാം, ഉണ്ടായിരിക്കാം. 2500-നും 2400-നും ഇടയ്ക്ക് ഗ്രീസിൽ ഒരു സംസ്കാരം നിലനിൽക്കുമ്പോൾ അനുഭവം ഉണ്ടായിരിക്കാം. ഞാൻ പറഞ്ഞു വരുന്നത്, എഴുതപ്പെട്ടിട്ടുള്ള ഒരു ചരിത്രം മറ്റേതെങ്കിലും രാജ്യത്തിന് ഈ സമയത്തുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് മറുപടി. അതുകൊണ്ടാണ് ആ 2400 തൊട്ട് മുമ്പ് 2480 അന്നൊക്കെ എന്തുകൊണ്ടാണ് ഗ്രീക്ക് നാടുകളിൽ ഇത്രയധികം യുദ്ധം? കാരണം ഗ്രീസിലെ ചെറുപ്പക്കാർക്ക് യുദ്ധം ചെയ്യാൻ മാത്രമേ സമയമുണ്ടായിരുന്നു. മുഴുവൻ സമയവും യുദ്ധമാണ്. നമ്മുടെ ഇവിടുത്തെ കൊച്ചു കൊച്ചു സ്വരൂപങ്ങൾ കേരളത്തിൽ ഉണ്ടായിരുന്നത് പോലെ ഗ്രീസ് എന്ന് പറയുന്നത് കേരളത്തിന്റെ വിസ്തീർണം മാത്രമുള്ള കുറച്ചുകൂടെ വലുതാണ്. മംഗലാപുരം കൂടെ ചേർത്താൽ പൂർണ്ണമാണ്. അത്രയും വിസ്തീർണമുള്ള ഒരു ചെറിയ രാജ്യം. അവിടുത്തെ അന്നത്തെ പോപ്പുലേഷൻ 10 ലക്ഷം മാത്രമാണ്. ഈ 10 ലക്ഷത്തില് ഗ്രീസിലെ ഏറ്റവും പ്രധാനപ്പെട്ട സിറ്റി സ്റ്റേറ്റ്, പ്രധാനപ്പെട്ട ചെറിയ ചെറിയ സംസ്ഥാനങ്ങൾ, അതില് ആഥൻസ് എന്ന് പറയുന്ന ആ ചെറിയ സ്ഥലത്തിന്റെ പോപ്പുലേഷൻ 5 ലക്ഷം മനുഷ്യർ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. ഇതാണ് ഈ 5 ലക്ഷം മനുഷ്യരാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന മഹാത്ഭുതം ലോകത്തിന് സൃഷ്ടിച്ചത്. അത് മുഴുവൻ എഴുതി വെച്ചത്. അപ്പൊ BC 480 കടലിനക്കരെയുള്ള പേർഷ്യൻ എംപയർ, അന്ന് പേർഷ്യൻ എംപയർ എന്ന് പറയുന്നത് ടർക്കി, ഇന്നത്തെ ടർക്കിയും ഇറാനും ഒക്കെ കൂടി ചേർന്നതാണ്. അവർ തമ്മിൽ എന്നും യുദ്ധമാണ്. ആദ്യമായിട്ട് മാരത്തോൺ എന്ന് നാം അറിയപ്പെടുന്ന സ്ഥലത്ത് ഗ്രീസ് പേർഷ്യയെ യുദ്ധത്തിൽ തോൽപ്പിച്ചു, പരാജയപ്പെടുത്തി. അത് 480 പിന്നെ 10-20 വർഷമൊക്കെ യുദ്ധം നടന്നെങ്കിലും പേർഷ്യ തോറ്റു. ആ തോൽവിക്ക് ശേഷം ഗ്രീസിൽ മനുഷ്യ ചരിത്രത്തില് ഇന്നും നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു ജനാധിപത്യ വ്യവസ്ഥിതി നിലവിൽ വന്നു. ഡെമോക്രസി, പീപ്പിൾ, ക്രസി, റൂൾ, പവർ, ജനങ്ങളുടെ പവർ, ജനങ്ങളുടെ ശക്തി, ജനകീയ ഭരണം എന്നാണ് ഡെമോക്രസി എന്നതിൻ്റെ അർത്ഥം. ഡെമോക്രസി 2 വാക്കാണ്, ഗ്രീക്ക് വാക്കാണ്. ആ ഡെമോക്രസിയില്, ആ ജനാധിപത്യത്തിൽ അധികാരത്തിൽ വന്നത് വീണ്ടും എനിക്ക് എടുത്തു പറയേണ്ടി വരുന്നു, ലോക ചരിത്രത്തിലെ ഏറ്റവും മഹാനായ ഭരണാധികാരിയായിട്ടുള്ള പെരിക്ലിസ് എന്ന് പറയുന്ന ഒരു ഭരണാധികാരി. പെരിക്ലിസിന്റെ കാലത്ത് ഇങ്ങനെയും ഒരു ജനാധിപത്യം ഗ്രീക്ക് നാടകങ്ങളിൽ മുഴുവൻ നിലനിൽക്കുന്ന ഒരു ചോദ്യം ചെയ്യലുണ്ട്. നിങ്ങൾ ആരാണിത് പറയാൻ? എനിക്കും പറയാൻ അവകാശമുണ്ട്. ഈ ഗ്രീക്ക് നാടകങ്ങളിൽ ഉടനീളം നാം കാണുന്ന ഈ ചോദ്യം ചെയ്യൽ, ഏറ്റവും താഴേക്കിടയിലുള്ളവർ മുതൽ ഏറ്റവും ഉയർന്ന തലങ്ങളിലുള്ളവർ വരെ നീണ്ടു നിൽക്കുന്ന ഈ ചോദ്യം ചെയ്യൽ മുഴുവനും ഗ്രീക്ക് ഡെമോക്രസിയുടെ അവിടുത്തെ ജനാധിപത്യത്തിന്റെ, ജനങ്ങളുടെ ആധിപത്യത്തിന്റെ തെളിവാണ്. അതില് പെരിക്ലിസ്, ഞാൻ പെരിക്ലിസിന്റെ 2-3 വാക്യങ്ങൾ ഞാനിവിടെ ഉദ്ധരിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരാഴ്ചക്ക് മുൻപ്
ഇന്ത്യൻ പ്രധാനമന്ത്രി, അദ്ദേഹം വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ശരി, നമ്മുടെ ഭരണഘടനയുടെ 70-ാം വാർഷികത്തിൽ എല്ലാ വർത്തമാന പത്രങ്ങളിലും വലിയ അക്ഷരത്തിൽ കൊടുത്തിരുന്ന അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ ഒരു ഭാഗമുണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഭരണഘടനയുടെ ഏറ്റവും വലിയ സവിശേഷത അത് ഇന്ത്യയിലെ പൗരന്മാർക്ക് സ്വാതന്ത്ര്യവും ജനാധിപത്യവും നൽകുന്നു എന്നതാണ്. ഞാൻ 2432 പെരിക്ലിസ് എന്ന ഭരണാധികാരി 32 അദ്ദേഹം ഡിസംബർ ക്രിസ്മസിന് അന്നത്തെ ഡിസംബർ മാസം എന്നുള്ള അന്ന് യേശുക്രിസ്തു ഇല്ല, അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗത്തിലെ ഒരു വാക്യം ഞാൻ വായിക്കാം. പെരിക്ലിസിന്റെ സ്പീച്ച് എന്നാണ് അറിയപ്പെടുന്നത്, ലോകപ്രശസ്തമായ സ്പീച്ച്. അദ്ദേഹം പറയുന്നു, our constitution is called a democracy because power is in the hands of not a minority but of the whole people. 2430 വർഷങ്ങൾക്ക് മുൻപ് ഒരു ഭരണാധികാരി പ്രസംഗിച്ചത് റെക്കോർഡ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ രാജ്യം, നമ്മുടെ ഭരണഘടന ഒരു ജനാധിപത്യ രീതി എന്ന് പറയാൻ കാരണം അധികാരം കുറച്ചാളുകളുടെ കയ്യിലല്ല, ഈ രാജ്യത്തെ എല്ലാ ജനങ്ങളുടെയും കയ്യിലാണ്. ഒരു വാക്യമാണ്. രണ്ടാമത് അദ്ദേഹം പറയുന്നു, everyone is equal before the law. നിയമത്തിന് മുമ്പിൽ എല്ലാവരും തുല്യരാണ്. 3, here each individual is interested not only in his own affairs but in the affairs of the state as well. ആഥൻസിൽ ജനാധിപത്യം നിലനിൽക്കുന്ന ഈ സിറ്റി സ്റ്റേറ്റിൽ ഓരോ വ്യക്തിക്കും സ്വന്തമായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്, അതേസമയം സമൂഹത്തിനോട് ഉത്തരവാദിത്വമുണ്ട്. ഈ 2500 വർഷം ഭരണാധികാരികൾ മുഴുവനും നടത്തിയിട്ടുള്ള അവരുടെ സ്പീച്ച്, അത് മുഴുവനും ഇന്നും കഴിഞ്ഞ ആഴ്ചയും എഴുതിയത് പെരിക്ലിസിന്റെ പ്രസംഗത്തിന്റെ കോപ്പിയാണ്. പെരിക്ലിസിന്റെ ഒരു അന്ന് പെരിക്ലിസ് ഈ പ്രസംഗം നടത്താൻ കാരണം ഒരു യുദ്ധത്തിൽ കുറെ ചെറുപ്പക്കാർ മരിച്ചുപോയി. ആ ചെറുപ്പക്കാർ മരിച്ചു പോയതിനെ പറ്റിയിട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടാൽ നമുക്ക് രോമാഞ്ചം വരും എന്നുള്ളത് ഒരു കവിത പോലെയാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. ഇത് എഴുതിയ അദ്ദേഹം പറയുന്നു, നമ്മുടെ ഈ നഗരത്തിന് ചെറുപ്പക്കാരെ നഷ്ടപ്പെട്ടിരിക്കുന്നു. അതിന്റെ അർത്ഥം കാലത്തിന് വസന്തകാലത്തെ എന്നേക്കുമായി നഷ്ടപ്പെട്ടതുപോലെയാണ്. Our city has lost its youth. The year has lost its spring. അതിമനോഹരമായ കവിതയാണ്. ഇത് മുഴുവനും എഴുതി വെച്ചത് നമുക്കൊക്കെ പിന്നെ എങ്ങനെ വായിക്കാവുന്നതാണ്. ഇത് മുഴുവനും റെക്കോർഡ് ചെയ്തത് 2 ചരിത്രകാരന്മാരാണ്. ഒന്ന് ഹെറോഡറ്റസ്, 2 തിയൂസിഡൈറ്റ്സ്. ആ ചരിത്രത്തിന്റെ പിതാവെന്നാണ് ഹെറോഡറ്റസിനെ വിശേഷിപ്പിക്കുന്നത്. അദ്ദേഹം ലോകത്തിൽ ആദ്യമായിട്ട് ചരിത്രം, എന്തുകൊണ്ട് ചരിത്രം, അദ്ദേഹം ഒരു മെത്തഡോളജി എഴുതി വെച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് ചരിത്രം? അത് പറയുന്നു, നിങ്ങൾ ഓരോ സംഭവവും നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണണം, അല്ലെങ്കിൽ നിങ്ങൾ അതിനെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ച്
അത് സത്യമാണെന്നും പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഉണ്ടാവൂ എന്ന് ഹെറോഡറ്റസ് പറയുന്നു. ഹെറോഡറ്റസിനെ പോലെ തന്നെ ഹെറോഡറ്റസിനെയാണ് ചരിത്രത്തിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഹെറോഡറ്റസ് ആണ് പേർഷ്യനും ഗ്രീസും തമ്മിലുള്ള യുദ്ധത്തിന്റെ ചരിത്രം എഴുതിയിരിക്കുന്നത്. ഹെറോഡറ്റസ് മരിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ട്യൂസിഡൈറ്റ്സ് എന്ന് പറഞ്ഞ മറ്റൊരു ചരിത്രകാരനുണ്ട്. അദ്ദേഹം എഴുതിയത്, ഹെറോഡറ്റസ് എഴുതിയത് ഗ്രീസിന്റെ വിജയത്തിന്റെ ചരിത്രവും ട്യൂസിഡൈറ്റ്സ് എഴുതിയത് ഗ്രീസിന്റെ തകർച്ചയുടെ ചരിത്രവും. ഗ്രീസ് പേർഷ്യയുമായിട്ട് യുദ്ധം ചെയ്ത് ജയിച്ചു. അത് തന്നിട്ടുള്ള ആവേശം, ആ യുദ്ധത്തിൽ പങ്കെടുത്തതാണ് ഈസ്കിലസ്. ആ യുദ്ധത്തിൽ പങ്കെടുത്ത നാടകകൃത്താണ് സോഫോക്ലിസ്. തകർച്ചയുടെ ചരിത്രത്തിലും പങ്കെടുത്തവരാണ് ഏറ്റവും ചുരുങ്ങിയത് യൂറിപ്പിഡിസും മറ്റുള്ളവരും. കുറച്ചുകൂടി നല്ല വസ്തുനിഷ്ഠമായി ചരിത്രം എഴുതിയ ട്യൂസിഡൈറ്റ്സ് ആണ്. ഈ പെരിക്കിൾസ് ഉണ്ട്, ട്യൂസിഡൈറ്റ്സ് ഉണ്ട്, ഹെറോഡറ്റസ് ഉണ്ട്. അതേ സമയത്താണ് മനുഷ്യ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഫിലോസഫി എന്ന ഒരു വിഷയം കൊണ്ടുവരുന്നത്. ദാർശനിക സാഹിത്യം. നമുക്കൊക്കെ അറിയുന്ന 3 ഫിലോസഫേഴ്സ്. ഒന്നാമത് സോക്രട്ടീസ്, രണ്ടാമത് പ്ലേറ്റോ, ഏറ്റവും അവസാനം പ്ലേറ്റോയുടെ ശിഷ്യൻ അരിസ്റ്റോട്ടൽ. തുടങ്ങി വെച്ചത് എന്താണ്, ആരാണൊരു ഫിലോസഫർ? തമാശയായിട്ട് സോക്രട്ടീസ് പറഞ്ഞ മറുപടിയുണ്ട്, ഏറ്റവും കൂടുതൽ ക്ഷമാശീലമുള്ള ആളിനെയാണ് നിങ്ങൾ ഫിലോസഫർ എന്ന് വിളിക്കേണ്ടതെന്ന് പറഞ്ഞു. സോക്രട്ടീസ് ആണ് ആദ്യമായിട്ട് ചില ചോദ്യങ്ങൾ, നമ്മൾ ഇംഗ്ലീഷിൽ തന്നെ മെറ്റാഫിസിക്സ് എന്ന് പറയും, മനുഷ്യന്റെ എക്സിസ്റ്റൻസിനെ പറ്റിയിട്ടുള്ള ചോദ്യങ്ങൾ ആദ്യമായിട്ട് ചോദിച്ചത് മനുഷ്യൻ എവിടെ നിന്ന് വരുന്നു, നീ എന്തിനാണ് ജീവിക്കുന്നത്, മരണത്തിന് ശേഷം എവിടേക്ക് പോകുന്നു, എന്താണ് ഹാപ്പിനെസ്, എന്താണ് ദുഃഖം, ഇത് മുഴുവനും ചോദ്യങ്ങൾ. നമ്മളതിന് ജ്ഞാനസിദ്ധാന്തം, എപ്പിസ്റ്റമോളജി. അത് നിങ്ങൾ ഓർക്കണം, അത് കേരളക്കരയിൽ അറിവ്, എല്ലാത്തിൻ്റെയും അടിസ്ഥാനം അറിവാണെന്നും സോക്രട്ടീസ് പറഞ്ഞത് നമുക്ക് മറക്കരുത്. അദ്ദേഹം പറഞ്ഞു, ഐ നോ നത്തിങ്. സോക്രട്ടീസ് പറഞ്ഞതാണ്. ഗ്രീസിലെ ആഥൻസിലെ സകലരും സോക്രട്ടീസിനോട് പറഞ്ഞു, അങ്ങാണ് അറിവിന്റെ കൊടുമുടി കയറിയിരിക്കുന്ന പണ്ഡിതൻ, ദാർശനികൻ. സോക്രട്ടീസ് പറഞ്ഞു, എനിക്കറിയാം, എനിക്ക് ഒന്നും അറിയില്ല. രണ്ടാമത് സോക്രട്ടീസ് പറഞ്ഞു, ആത്മപരിശോധന നടത്താത്ത മനുഷ്യ ജീവിതം അർത്ഥശൂന്യമാണ്, മൃഗതുല്യമാണ്. ആത്മപരിശോധനയാണ് ഒരു മനുഷ്യനെ മനുഷ്യനാക്കുന്നത്. ചിന്തിക്കുന്ന എല്ലാ മനുഷ്യരും നമ്മുടെ ഏകാന്തതയിൽ ഒറ്റയ്ക്ക് മാറിയിരിക്കുമ്പോൾ എല്ലാ ദിവസവും, എല്ലാ മണിക്കൂറും, എല്ലാ നിമിഷവും മനസ്സ് ഒരു കൊടുങ്കാറ്റിൽ കൂടിയാണ്. ഞാൻ ചെയ്തത് ശരിയാണോ? ഞാൻ എന്തൊക്കെ തെറ്റുകളാണ് ചെയ്തത്? ഈ ചോദ്യങ്ങളാണ് ഗ്രീക്ക് നാടകങ്ങളുടെ അടിസ്ഥാനം. തുടർച്ചയായി സോക്രട്ടീസിന്റെ പ്രത്യേകത, സോക്രട്ടീസ് ചോദ്യം ചോദിച്ച് നിങ്ങളെ പരാജയപ്പെടുത്തും. അതാണ് അദ്ദേഹത്തിന്റെ മുഖമുദ്ര. ചോദ്യം നിർത്തോതെ ചോദ്യം ചോദിക്കും. അതുകൊണ്ട് മാത്രമല്ല,
ഈ ചോദ്യം ചോദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരെല്ലാം ഇങ്ങനെ, അദ്ദേഹം ഇങ്ങനെ വീട്ടിന് ഉമ്മർത്തിങ്ങനെ ഇരിക്കും. 10-15 ശിഷ്യന്മാരുണ്ട്. രാവിലെ മുതൽ ചോദ്യം ചോദിക്കൽ തുടങ്ങും. വൈകുന്നേരം ആകുന്നേരം വരെ ചോദ്യത്തിൽ എല്ലാവരെയും പരാജയപ്പെടുത്തും. മാത്രമല്ല, തെറ്റായ കാര്യങ്ങൾ പരാജയപ്പെടുത്തുമ്പോൾ സോക്രട്ടീസിൻ്റെ ഒരു ചിരി ഉണ്ടായിരുന്നു. അതിന് സോക്രട്ടീസ് ഐറണി, അദ്ദേഹത്തിൻ്റെ സഹിക്കാനൊക്കാത്ത ചിരി കൊണ്ടാണ് ആ തോറ്റവരെല്ലാവരും കൂടി ചേർന്ന് അദ്ദേഹത്തെ കൊല്ലാൻ വിധിച്ചത് എന്ന് കഥയുണ്ട്. അല്ലാതെ അദ്ദേഹം തെറ്റൊന്നും ചെയ്തിട്ടല്ല. സോക്രട്ടീസ് നമുക്കൊക്കെ അറിയുന്നത്, സോക്രട്ടീസിന്റെ ഭാര്യയ്ക്കാണെങ്കിൽ ഈ ശിഷ്യന്മാരാരും ഒരു പൈസ കൊടുക്കില്ല. അദ്ദേഹം ഒന്നും ചോദിക്കുകയില്ല. അപ്പോൾ ശരിക്കും ശിഷ്യന്മാർ രാവിലെ വരും. രാവിലെ മുതൽ ഈ ജീവിതത്തിൻ്റെ, മനുഷ്യ ജീവിതത്തിൻ്റെ, ഈ പ്രപഞ്ചത്തിൻ്റെ അർത്ഥം തേടിയിട്ടുള്ള ഒരാത്മാവിൻ്റെ അന്വേഷണമാണ് ഫിലോസഫി എന്നുള്ളത് അദ്ദേഹം സ്ഥാപിച്ചിരിക്കും. എല്ലാ ദിവസവും അത് സ്ഥാപിച്ചിരിക്കും. നിങ്ങൾ ഫിലോസഫി ഒരു അന്വേഷണമാണ്. അറിവിനെ പറ്റിയിട്ടുള്ള ഫിലോസഫി. ഫിലോ സ്നേഹം, സോഫി അറിവ്, അറിവിനോടുള്ള സ്നേഹം എന്നാണ് ഫിലോസഫി എന്ന വാക്കിന്റെ അർത്ഥം. അദ്ദേഹം ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. കുട്ടികളെ നോക്കില്ല, ഭാര്യയ്ക്ക് ആരെയും ശ്രദ്ധിക്കില്ല. അദ്ദേഹം ഫിലോസഫിയും പറഞ്ഞിരിക്കും. അപ്പോൾ ഭാര്യ പുറത്തു പോയി വെള്ളം എടുത്തിട്ട് വരും. അദ്ദേഹത്തെ അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കുമ്പോഴൊക്കെ ഭാര്യ നിർത്താതെ സോക്രട്ടീസിനെ ചീത്ത പറയും. സോക്രട്ടീസ് അതൊന്നും കേൾക്കില്ല. അപ്പോൾ ഒരു ദിവസം അവര് ക്ഷമ കെട്ടിട്ട് ഒരു കുടം വെള്ളവുമായിട്ട് മടങ്ങി വന്നപ്പോ ആ വെള്ളം സോക്രട്ടീസിന്റെ തലയിൽ കൂടി ഒഴിച്ചു. എന്നിട്ട് സോക്രട്ടീസിന്റെ ഭാര്യ ഉള്ളിലേക്ക്. സോക്രട്ടീസ് മുഖം ഇങ്ങനെ തുടച്ചതിന് ശേഷം, അപ്പൊ നമ്മൾ ചർച്ച ചെയ്തിരുന്ന വിഷയം അദ്ദേഹം കണ്ടിന്യൂ ചെയ്തു. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ശിഷ്യൻ ചോദിച്ചു, ഭാര്യ ഈ വെള്ളം തലയിൽ ഒഴിച്ചിട്ട് പോലും അങ്ങ് എന്താണ് അക്ഷോഭ്യനായിരിക്കുന്നത്? സോക്രട്ടീസിന്റെ മറുപടി പ്രസിദ്ധമാണ്. അദ്ദേഹം പറഞ്ഞു, ഇടിയും മിന്നലും കഴിയുമ്പോൾ മഴ വരിക എന്നുള്ളത് പ്രകൃതി നിയമമാണല്ലോ, അതിൽ ഞാൻ എന്തിനാണ് ക്ഷോഭിക്കുന്നത് എന്ന് സോക്രട്ടീസ്. ഇത് സോക്രട്ടീസ് എന്ന് പറയുന്ന ഫിലോസഫർ ആരാണ്? സോക്രട്ടീസിന് ഈ നാടകത്തുകളൊക്കെ ആയിട്ട് ബന്ധമുണ്ടായിരുന്നു. പ്രത്യേകിച്ചും അരിസ്റ്റോഫനിസ് എന്ന് നമ്മൾ ഒരു ദിവസം ചർച്ച ചെയ്യുന്നുണ്ട്. അരിസ്റ്റോഫനിസ് എന്നുള്ള കോമഡി എഴുതുന്ന നാടകത്തുമായിട്ട് അദ്ദേഹം രാവിലെ 4 മണി വരെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നതായിട്ട് അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ പ്ലേറ്റോ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്ലേറ്റോയ്ക്ക് അന്ന് 20 വയസ്സേ ഉള്ളൂ. ഇവർ രണ്ടുപേരും. അരിസ്റ്റോഫനിസ് സോക്രട്ടീസിനെ ഭയങ്കരമായിട്ട് കളിയാക്കും. അതിനുശേഷമാണ് പ്ലേറ്റോ വരുന്നത്. പ്ലേറ്റോടത് ഓക്കെ. അപ്പോ പിന്നീട് ലോകം മുഴുവൻ അറിയുന്ന ഫിലോസഫറായിട്ട് വരുന്നത് പ്ലേറ്റോ. അപ്പൊ പ്ലേറ്റോയുടെ റിപ്പബ്ലിക്, സിംപോസിയം, ഡയലോഗ് മുതലായിട്ടുള്ള പുസ്തകങ്ങളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതിൽ ഡയലോഗ് എന്നുള്ളത് എന്തുകൊണ്ട് നാടകം എന്നുള്ളതിന് തെളിവാണ്. കാരണം ചോദ്യോത്തരമായിട്ട് സോക്രട്ടീസുമായിട്ട് നടത്തിയിട്ടുള്ള സംഭാഷണങ്ങളാണ് ഡയലോഗിലെ ഒരു പ്രധാന ഭാഗം. ആ ഡയലോഗിൽ ഇപ്പോൾ നമുക്ക് ഇന്ന് നാം വായിക്കുമ്പോൾ നമുക്ക് ആർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമുക്ക് വളരെ ബഹുമാനം തോന്നുന്ന ഫിലോസഫിയാണ് പ്ലേറ്റോയുടെ. പ്ലേറ്റോ ഐഡിയലായിട്ടുള്ള, ഏറ്റവും ഐഡിയലായിട്ടുള്ള ആശയങ്ങളെ വിശ്വസിച്ചിരുന്നതാണ്. ഫിലോസഫി എന്ന് പറഞ്ഞാൽ നമുക്കറിയുന്നതിൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു വിഷയമാണ്.
കാരണം അത് സൂര്യൻ നക്ഷത്രങ്ങളുടെ കീഴിലുള്ള സകല വിഷയവും വരുന്നത് ഈ ഫിലോസഫിയുടെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഒരു ഏറ്റവും ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, പ്ലേറ്റോ ചോദിച്ചു, എന്തുകൊണ്ടാണ് നമ്മളൊരു കസേര ഉണ്ടാക്കുമ്പോൾ ആ കസേരയല്ല പ്രധാനം, കസേരയ്ക്ക് പിന്നിലുള്ള ആശയമാണ്. അതുകൊണ്ടാണ് ഇത്രയധികം വ്യത്യസ്തമായ കസേര എന്ന് പറയുമ്പോൾ നാം ഓരോരുത്തരുടെയും മനസ്സിൽ വ്യത്യസ്തമായ കസേരയാണ് ഉണ്ടാകുക. അപ്പൊ ഏതാണ് യഥാർത്ഥ കസേര? യഥാർത്ഥ കസേര പ്ലേറ്റോയുടെ അഭിപ്രായത്തിൽ നിങ്ങളുടെ സങ്കല്പത്തിൽ മാത്രമുള്ള കസേരയാണ്. നല്ല ഒരു കസേര തയ്യാറാക്കുന്ന ഒരാളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക്, കാരണം അയാളൊരു ആർട്ടിസ്റ്റാണ്. അതിനുശേഷം അരിസ്റ്റോട്ടിൽ വരുമ്പോഴത്തേക്ക് ഈ ഇതിൻ്റെ പരാജയം കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ പക്ഷേ പ്ലേറ്റോ പറഞ്ഞ ചെറിയ ചെറിയ വാക്യങ്ങൾ നാം ഒരിക്കലും മറക്കില്ല. ഉദാഹരണത്തിന് അദ്ദേഹം പറഞ്ഞു, ലവ് ഈസ് എ മെന്റൽ ഡിസീസ്. പ്രണയം ഒരു മാനസിക രോഗമാണ്. ഇത് പറഞ്ഞത് പ്ലേറ്റോ എന്നുള്ള ചിന്തകനാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞു, ബി കൈൻഡ് ബിക്കോസ് everyone you meet is fighting a hard battle. നിങ്ങൾ എല്ലാവരോടും നിങ്ങൾ ദയയുള്ള കൈൻഡായിരിക്കണം. കാരണം നിങ്ങളോട് അവർ പറയുന്നില്ലെങ്കിലും എല്ലാ മനുഷ്യർക്കും ജീവിതം ഒരു യുദ്ധമാണ്. ലൈഫ് ഈസ് എ ബാറ്റിൽ. പിന്നീട് ഒരു കാര്യം കൂടി പറഞ്ഞത്, ഒരു മനുഷ്യന്റെ യഥാർത്ഥ സ്വഭാവം അറിയണമെങ്കിൽ ആ ആള് അധികാരത്തിൽ വരുന്നത് വരെ നിങ്ങൾ കാത്തിരിക്കുക. അധികാരത്തിന്റെ കസേരയിൽ എത്തുമ്പോഴാണ് ഒരു വ്യക്തിയുടെ യഥാർത്ഥ സ്വഭാവം നിങ്ങൾ അറിയുന്നത്. ഇത് പ്ലേറ്റോ 2500 വർഷങ്ങൾക്ക് മുമ്പ് മനസ്സിലാക്കി, നാം ഇന്നും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോ ചരിത്രമാണെങ്കിലും ശരി, ഇത് ഫിലോസഫി ആണെങ്കിലും ശരി, പിന്നെ ധാരാളം കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നുകൂടി എനിക്ക് സൂചിപ്പിക്കാനുണ്ട്. വൈദ്യശാസ്ത്രം, ഹിപ്പോക്രാറ്റസ് സമകാലികനായിരുന്നു. സോക്രട്ടീസിന്റെ സമകാലികനായിരുന്നു ഹിപ്പോക്രാറ്റസ്. ഹിപ്പോക്രാറ്റസിന്റെ ഒരു പ്രതിജ്ഞ വായിച്ചിട്ട് വേണം ഒരു ഫിഷഗ്വരൻ, ഒരു ഡോക്ടർ പ്രാക്ടീസ് ചെയ്യാൻ. ആ പ്രതിജ്ഞ നാം ഒന്ന് വായിക്കണം. അതിലെ ആദ്യത്തെ വാക്യം, നിങ്ങൾ ഒരിക്കലും ചികിത്സിക്കാൻ പൈസ വാങ്ങരുതെന്നാണ്. നിങ്ങൾ ചികിത്സിക്കാൻ നിങ്ങളുടെ അധ്യാപകന്റെ കയ്യിൽ നിന്ന് ഒരിക്കലും പൈസ വാങ്ങരുതെന്ന് തുടങ്ങുന്നതാണ് ഹിപ്പോക്രാറ്റസിന്റെ ഓത്ത്, അദ്ദേഹത്തിന്റെ പ്രതിജ്ഞ. ഹിപ്പോക്രാറ്റസ് പിന്നെ ഇടയ്ക്കൊരു നമ്മൾ കുറച്ച് കറക്ഷൻസ് നമ്മുടെ മലയാള സിനിമയിലെ ചിലരോട് നടത്തണം. ഒന്ന് പറയുകയും മറ്റൊന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരെ മലയാള സിനിമയിലെ നായകൻ ക്ഷോഭിച്ചിട്ട് യു ഹിപ്പോക്രാറ്റ് എന്ന് പറയും. ഹിപ്പോക്രാറ്റ് ഒരു നല്ല മനുഷ്യനാണ് കേട്ടോ, അദ്ദേഹത്തിനെ പറ്റി അങ്ങനെയൊന്നും പറയരുത്. അവരുദ്ദേശിക്കുന്നത് യു ഹിപ്പോക്രിറ്റ് എന്ന വാക്കാണ്. ഹിപ്പോക്രിറ്റ് എന്ന് വെച്ചാൽ 100 അർത്ഥങ്ങളാണ്. എന്നാൽ ഈ ഹിപ്പോക്രിറ്റ് എന്ന് വെച്ചാൽ യു ഹിപ്പോക്രിറ്റ്, ഒന്ന് പറയുകയും പറയുന്നതിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നയാളാണ് ഹിപ്പോക്രിറ്റ്. പക്ഷേ ഹിപ്പോക്രിറ്റ് എന്ന വാക്കാണ് ഗ്രീക്കിൽ നടന് കൊടുത്തു. ഒരു നടൻ, ആക്ടർ
എന്താണ് ഗ്രീക്ക് വാക്ക് ഹിപ്പോക്രിറ്റ്? കാരണം നടൻ കുറച്ച് സമയം ഒരാളായിരിക്കുക, കുറച്ച് കഴിയുമ്പോൾ സ്റ്റേജിൽ പോയിട്ട് വേറൊരാളായിരിക്കുക. അതുകൊണ്ടാണ് ഹിപ്പോക്രിറ്റ് എന്ന വാക്ക് ഗ്രീസിൽ ഒരു നടന് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒന്ന് പറയുകയും മറ്റൊന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരാളിനെ ഒരിക്കലും ഹിപ്പോക്രാറ്റ് എന്ന് പറയില്ല. അദ്ദേഹം നല്ല മനുഷ്യൻ. നേരെ ഓപ്പോസിറ്റാണ്. അപ്പോൾ വൈദ്യശാസ്ത്രം, മാത്തമാറ്റിക്സ്, ആസ്ട്രോണമി, എല്ലാ മേഖലകളിലും 100 വർഷത്തെ മഹാത്ഭുതം എന്ന് ഞാൻ വിശേഷിപ്പിക്കുന്നത് അതുകൊണ്ടാണ്. 100 കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ നമ്മുടെ സമയക്കുറവുള്ളത് കൊണ്ട് ഞാൻ എൻ്റെ ഇന്നത്തെ 2ാം ഭാഗത്തേക്ക് കടക്കാം. അതെന്താണെന്ന് വെച്ചാൽ, ഈ ദാർശനികന്മാരും ഈ ചരിത്രകാരന്മാരും ഈ ഭരണാധികാരികളും ജനാധിപത്യ രീതികളും ഭരണരീതികളും ഒന്നും ലോകം അറിയുമായിരുന്നില്ല ആ 100 വർഷത്തെ നാടകം ഇല്ലായിരുന്നല്ലോ. ഈ 100 വർഷത്തെ നാടകമാണ്, ഗ്രീക്ക് സാഹിത്യമാണ് ലോകം മുഴുവൻ ഇന്ന് ഗ്രീസിലെ സംസ്കാരത്തിന്റെ ക്രെയിഡിൽ വെള്ളത്തൊട്ടില്ലെന്ന് വിശേഷിപ്പിക്കാനുള്ള കാരണം. ഈ 100 വർഷവും കുറെ മാറാത്ത നമ്മള് നാടകം പഠിക്കുന്ന അല്ലെങ്കിൽ നാടകം പഠിപ്പിക്കുന്ന നമ്മള് നാടകത്തിൽ താല്പര്യമുള്ളവര് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാല്, നാടകം എന്നുള്ളത് ക്രമേണ ഉരുത്തിരിഞ്ഞു വന്ന ഒരു ദൃശ്യകലാരൂപമാണ്. 10-20 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അവിടെ ഉണ്ട്. അപ്പോൾ ആ സമയത്ത് ഒരു ആദ്യം തെസ്പിസ് എന്ന നാടകം തുടങ്ങുന്നതിൻ്റെ ഒരു കഥ, ധാരാളം കഥകളുണ്ട്. ഒരു കഥ ഗ്രീക്കുകാർ മുഴുവനും ഡയോണിസസ് എന്ന ദേവനെ ആരാധിക്കുന്നവരായിരുന്നു. ഡയോണിസസ്, ഒളിമ്പസ് എന്ന പർവ്വതത്തിന്റെ കൊടുമുടിയിൽ താമസിച്ചിരുന്ന ദേവന്മാരുടെ ദേവനായിരുന്ന സീയൂസിന്റെ പുത്രനായിരുന്നു ഡയോണിസസ്. ഡയോണിസസ് ഒരേ സമയം സന്തോഷത്തിന്റെയും ദുഃഖത്തിന്റെയും ദേവനായിരുന്നു, ഒരേ സമയം. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, ഡയോണിസസിന് വേണ്ടിയിട്ട് അവരൊരു ധാരാളം ഗ്രീസിന്റെ ഗ്രാമങ്ങളിൽ മുഴുവൻ ഡയോണിസസിനെ ആരാധിക്കുന്ന നമ്മുടെ കാവുകൾ പോലുള്ള ചെറിയ ചെറിയ ക്ഷേത്രങ്ങളും ഉണ്ടായിരുന്നു. ആ ക്ഷേത്രങ്ങളിൽ തന്നെ അതിന്റെ മുൻപിലിരുന്നിട്ട് ഗായക സംഘം, കോറസ് എന്നാണ് ഗ്രീക്കിൽ അതിന് പറയുന്നത്. അപ്പോൾ സന്തോഷം വന്നാലും ദുഃഖം വന്നാലും ഡയോണിസസിനെ പ്രകീർത്തിച്ചുകൊണ്ട് ആരാധിച്ചുകൊണ്ട് ഗായക സംഘം അമ്പലത്തിന്റെ മുൻപിലിരുന്ന് ദിവസങ്ങളോളം പ്രാർത്ഥിക്കുമായിരുന്നു, പാട്ടുപാടും. ഈ പാട്ട് പാടുന്നത് 500 BC-ക്ക് ഒരു 100 വർഷത്തിന് മുൻപ് തെസ്പിസ് എന്നുള്ള ഒരു നാടകത്തിൽ താല്പര്യമുള്ള ഒരാള് പറഞ്ഞു, നമ്മളെ മുഴുവൻ സമയം ഇങ്ങനെ പാട്ടും പാടി ഇരുന്നിട്ട് എന്താ കാര്യം? അതിന് പകരം നമുക്ക് ഒരു ലീഡർ ആയിക്കോട്ടെ, ഒരു ലീഡർ വേണം. അദ്ദേഹം ചോദ്യങ്ങൾക്ക് ഉത്തരം പറയും, ഇടയ്ക്കിടയ്ക്ക് ഗ്രൂപ്പ് പാട്ട് പാടും. മനുഷ്യ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു കഥാപാത്രം ഉണ്ടാകുന്നത്, വേറെ ഒരു നടൻ ഉണ്ടാകുന്നത് ഈ അവസരത്തിലാണെന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നു. തെസ്പിസ് അതിനുശേഷം നാടകം എഴുതി. സ്റ്റേജില് ഒരു നടനും ബാക്കി ഗായക സംഘവും ഉണ്ടാകും. ആ സമയത്ത്
ഒരു 527 സമയത്ത് ഒരു ഭരണാധികാരി പറഞ്ഞു, നമുക്ക് മത്സരം തുടങ്ങിക്കളയാമോ നാടകത്തില് ജനങ്ങളുടെ. അങ്ങനെ ഗ്രീസിലെ എല്ലാ ഗ്രാമങ്ങളിലും നാടക മത്സരമാണ്. മറ്റൊരു ഘട്ടത്തിൽ ആഥൻസിൽ തന്നെ ഡിസംബർ മാസവും മാർച്ച് മാസവും കൊയ്ത്തുകാലത്തിന് ശേഷം ഡയോനിസ്യ എന്നാണ് അതിൻ്റെ പേര്. ഫെസ്റ്റിവലാണ്. ഫെസ്റ്റിവൽ ആഘോഷമാണ്. ഡിസംബറിൽ ഗ്രാമങ്ങളിലും മാർച്ച് മാസത്തിൽ ആഥൻസ് സിറ്റിയുടെ നടുവിലും 2 നാടക ഫെസ്റ്റിവൽ, തിയേറ്റർ ഫെസ്റ്റിവൽ തുടങ്ങി. നമ്മുടെ 20ാമത്തെ ഇന്റർനാഷണൽ ഫെസ്റ്റിവൽ വരികയാണ്. അതിന് 2500 വർഷങ്ങൾക്ക് മുൻപ് ഗ്രീസിൽ ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നു. ഈ ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല, ഫെസ്റ്റിവലില് നയിക്കാനായിട്ട് അന്നത്തെ ഭരണാധികാരി ഒരാളിനെ ചുമതലപ്പെടുത്തിയതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ചുമതലപ്പെടുത്തിയ ആള് ആരൊക്കെ നാടകം അവതരിപ്പിക്കുന്നുവോ അവർക്ക് പൈസ കൊടുത്തിരുന്നു. ഈ മത്സരത്തിൽ ജയിക്കുന്നവർക്ക് സമ്മാനവും കൊടുത്തു. ആ മത്സരത്തിൽ പങ്കെടുത്തവരാണ് ഈസ്കിലസും സോഫോക്കിൾസും യൂറിപ്പിഡിസും, അങ്ങനെ 100 നാടകകൃത്തുക്കൾ പങ്കെടുത്തിരിക്കും. അത് മുഴുവൻ നഷ്ടപ്പെട്ടു. ഏകദേശം ഒരു എത്രയാ 800ഓളം നാടകങ്ങൾ ഉണ്ടായിരുന്നതിൽ എഴുതപ്പെട്ടതിൽ നമുക്കിന്ന് കയ്യിൽ കിട്ടിയിരിക്കുന്നത് വെറും 26 എണ്ണം മാത്രം. 800 കൂടുതൽ നാടകങ്ങൾ ഈ ഒരു 50 വർഷത്തില് ഈ ഇതെങ്ങനെയാണ് നമ്മൾ അറിഞ്ഞത്? കാരണം ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്, കഴിഞ്ഞ ഫെസ്റ്റിവലിലെ ഇന്ന നാടകങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഓരോ നാടകത്തിനും ചുരുങ്ങിയത് 3 ട്രാജഡിയും 1 കോമഡിയും അവതരിപ്പിക്കണം. ട്രാജഡിയും കോമഡിയും ഉണ്ടായതിനെ പറ്റിയിട്ടും ധാരാളം എഴുതപ്പെട്ടിട്ടുണ്ട്. ഒന്ന്, ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഡയോണിസസ്, he was the god of plenty. നല്ല വിള കിട്ടുമ്പോൾ ജനങ്ങൾ ഡയോണിസസിനെ ആരാധിച്ചുകൊണ്ട് നൃത്തം ചെയ്ത്, പാട്ടും പാടി നൃത്തം ചെയ്ത് ഗ്രീസിൻ്റെ റോഡുകളിൽ നടന്നിരുന്നു. അതേസമയം അവരൊക്കെ ഗ്രീക്കുകാർ മുഴുവൻ വീഞ്ഞു കുടിക്കും. ഗ്രീസ് മുഴുവൻ വിളഞ്ഞു നിൽക്കുന്നത് മുന്തിരിക്കയാണ്. അപ്പൊ മുന്തിരിയിൽ നിന്നുണ്ടാകുന്ന വീഞ്ഞു കുടിക്കുമ്പോൾ സന്തോഷം വരുമ്പോഴും റോഡ് ചിരിച്ചിരിച്ച് നടക്കും, ദുഃഖം വരുമ്പോഴും വിഷമം വരുമ്പോഴും അവര് റോഡിൽ കൂടി സങ്കടപ്പെട്ട് നടക്കും. അപ്പോ ഈ ഏറ്റവും നല്ല വിള കിട്ടുന്ന ദിവസം ഗ്രീക്കുകാര് അമ്പലത്തിന്റെ മുമ്പിൽ ഇരുന്ന് ആരാധനയ്ക്ക് ശേഷം ഒരാട്ടിൻകുട്ടിയെ ഡയോണിസസിന് ബലി കൊടുക്കും. ഒരാട്ടിൻകുട്ടി. ട്രാജഡി എന്ന വാക്ക് വരുന്നത് ട്രഗോഡിയ എന്ന ഗ്രീക്ക് വാക്കിൽ നിന്നാണ്. ട്രഗോഡിയ എന്ന് വെച്ചാൽ ആട്ടിനെ പറ്റിയിട്ടുള്ള പാട്ട് എന്നാണ് അർത്ഥം. GOAT ഗോട്ട് -SONG സോങ്, ഗോഡ് സോങ് എന്നാണ് ട്രഗോഡിയ. ട്രഗോഡിയ എന്ന ഗ്രീക്ക് വാക്കാണ് ഇന്ന് നാം ട്രാജഡി എന്ന് പറയുന്നത്. അപ്പൊ ട്രഗോഡിയ ഗൗരവമായ കാര്യമാണ്. ഈ ഡയോണിസസിനോട് സ്നേഹവും ബഹുമാനവും തോന്നുകയും രാജ്യം മുഴുവൻ ചിലപ്പോ വിളയില്ലാതെ ഫെർട്ടിലിറ്റി റൈറ്റ്സ് അനുഷ്ഠാന നാടകം ലോകത്തെല്ലായിടത്തും പിന്നീട് വന്നതുപോലെ ഗ്രീസിലും അനുഷ്ഠാന കലയായിരുന്നു. നിങ്ങൾ ഈ അനുഷ്ഠാന കല 2500 വർഷങ്ങൾക്ക് മുൻപ് ഗ്രീസിലെ അമ്പലങ്ങളിൽ നിലനിന്നിരുന്നു എന്നുള്ളതിൽ നമുക്ക് ആർക്കും അതിനെപ്പറ്റി പുച്ഛിച്ച് തമാശയാക്കി അനുഷ്ഠാനം എന്ന് നമുക്ക് പറയാൻ പാടില്ല. കാരണം ഇന്ന്
2019 കേരളത്തിൽ എത്രയോ സ്ഥലത്ത് നാം കാണുന്നുണ്ട്. ജനങ്ങൾ ഭയഭക്തി ബഹുമാനങ്ങളോടെ പൂക്കല വയ്ക്കും, നെല്ല് വയ്ക്കും. എത്രയോ അമ്പലങ്ങളിൽ ഈ ഇത് ധാരാളം റിച്വൽസും ഒക്കെ നമ്മൾ ഇന്ന് നടക്കുകയല്ലേ. അപ്പോ അന്ന് നിങ്ങളുടെ വിള മുഴുവൻ നശിച്ചു പോയി, നിങ്ങൾക്ക് ഒരു പ്രതീക്ഷയില്ല നാളെ പറ്റിയിട്ട്. നമ്മളെ രക്ഷിക്കാൻ ഡയോഡിസസ് ദേവൻ മാത്രമാണുള്ളത് എന്ന് പറഞ്ഞ് ഏറ്റവും ദുഃഖത്തിൻ്റെ പാട്ടുകൾ മുഴുവൻ എഴുതപ്പെട്ടത് ആ നഷ്ടം വരുമ്പോഴാണ്. അവരുടെ പ്രാർത്ഥന മുഴുവനും അടുത്ത മാർച്ചിൽ ഡയോഡിസസ് ദേവൻ വീണ്ടും ഉയർത്തെഴുന്നേൽക്കുമ്പോൾ ഞങ്ങളുടെ രാജ്യത്തിന് പ്രതീക്ഷയുണ്ട്. കലശലായ ദുഃഖത്തിന്റെ നടുവിലും നാളെ പറ്റിയിട്ടുള്ള പ്രതീക്ഷ തന്നത് അവിടുത്തെ അനുഷ്ഠാന കേന്ദ്രീകൃതമായ മതപരമായ ചടങ്ങുകളാണ്. അതുകൊണ്ട് തന്നെയാണ് ഗ്രീക്ക് ട്രാജഡിയൊക്കെ അവസാനിക്കുന്നിടത്ത് ഒരു ഘട്ടത്തിൽ നാളെ പറ്റി നമുക്ക് പ്രതീക്ഷയുണ്ട്. ആ ഗ്രീക്ക് ട്രാജഡി അവസാനിക്കുമ്പോൾ നിങ്ങൾ മാറത്തടിച്ച് കരയും. ഇങ്ങനെയും ഒരു ദുഃഖം ഒരു മനുഷ്യനുണ്ടാകുമോ? ഉണ്ടാകാൻ പാടുണ്ടോ? അതുകൊണ്ടാണ് പ്ലേറ്റോ പറഞ്ഞത് ഈ നാടകൃത്തുക്കളെ മുഴുവൻ ഈ രാജ്യത്ത് നിന്ന് പുറത്താക്കണം. പ്ലേറ്റോ നാടകൃത്തുക്കളെ പുറത്താക്കണമെന്ന് പറയാൻ കാരണം, കവികളെ പുറത്താക്കണമെന്ന് പറയാൻ കാരണം, കണ്ടില്ലേ സ്റ്റേജിൽ നടക്കുന്ന സത്യസന്ധമല്ലാത്ത കാര്യങ്ങൾ കണ്ടിട്ട് പുരുഷന്മാരൊക്കെ കരയുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ലഹള കൂടുന്നു. അസത്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ഈ വൈകാരികമായി പ്രതികരിക്കുന്നത്. അസത്യത്തിനെ ഒരിക്കലും നാം വെച്ചുപൊറിപ്പിക്കരുത്. നല്ലൊരു രാജ്യത്ത് പ്ലേറ്റോ പറഞ്ഞതാണ് സത്യമായിരിക്കണം. സത്യത്തിന്റെ അടിസ്ഥാനത്തിൽ, നീതിയുടെ അടിസ്ഥാനത്തിൽ, പ്രതീക്ഷയുടെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കണം നാളെയെപ്പറ്റി നിങ്ങൾ സ്വപ്നം കാണേണ്ടത്. അതുകൊണ്ട് ഡയോഡിസസിൽ മാത്രം പൂർണ്ണമായിട്ട് വിശ്വാസം അർപ്പിച്ചുകൊണ്ട് രാജ്യത്ത് പട്ടിണി വരുമ്പോൾ, ദുഃഖകരമായ സംഭവങ്ങൾ നടക്കുമ്പോൾ ജനങ്ങൾ ഡയോഡിസസിൻ്റെ അമ്പലങ്ങളിൽ പോയിട്ട്, നമ്മുടെ ഈ ഇവിടെ ഇന്ന് വൈകുന്നേരം നമുക്ക് സമയമുണ്ട്, എന്നാൽ ആ തിയേറ്ററിൽ കയറി ഒരു സിനിമ കണ്ടു കളയാം, അല്ലെങ്കിൽ ഒരു നാടകം കണ്ടു കളയാം. അങ്ങനെയല്ല. ഗ്രീക്കുകാര് നാടകം കാണാൻ പോകുന്നത് ആരാധനയുടെ കൊടുമുടിയിൽ നിന്നുകൊണ്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട ദേവന് എല്ലാ സ്നേഹവും ബഹുമാനവും അർപ്പിക്കാനായിട്ടാണ് ഗ്രീക്കുകാർ നാടകത്തിന് പോയത്. ഇത് തന്നെ ഈ ഒരു ഭാഗത്ത് ദുഃഖത്തിൻ്റെതായിട്ടുള്ള ഒരു ചരിത്രം, ദുരന്ത നാടകങ്ങളുടെ ഒരു ചരിത്രമുള്ളപ്പോൾ മറുഭാഗത്ത് വീഞ്ഞു കുടിക്കുകയല്ലേ. വീഞ്ഞു കുടിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് നമുക്കൊക്കെ അറിയാമല്ലോ. ചിലപ്പോഴൊക്കെ വിഷമം തോന്നും, കരയും. അതേ ജനങ്ങൾ തന്നെ റോഡിൽ കൂടി തെറിപ്പാട്ടും പാടി വലിയ നമ്മുടെ തെങ്ങിൻ്റെ അത്ര ഉയരമുള്ള പുരുഷലിംഗത്തിൻ്റെ ഒരു രൂപവുമായിട്ട് ആടിപ്പാടി ചീത്തയും പറഞ്ഞിട്ട് കൊടുങ്ങല്ലൂരെ പോലെ, അല്ലെങ്കിൽ ചേർത്തലയിലെ പോലെ, അല്ലെങ്കിൽ കേരളത്തിലെ എത്രയോ ക്ഷേത്രങ്ങളിൽ നിലനിന്ന തെറിപ്പാട്ടുകൾ പോലെ മനുഷ്യര് സന്തോഷം വരുമ്പോൾ, മദ്യപിക്കുമ്പോൾ പലരും നിങ്ങൾ തന്നെ അത്ഭുതപ്പെട്ടു പോകും. ഈയാൾ ഇത്രയും ചീത്തയൊന്നും പറയാറില്ലല്ലോ, എവിടുന്ന് പഠിച്ചു ഇതൊക്കെ? അത് മദ്യം ഇത് മാറിക്കഴിയുമ്പോൾ ആള് തന്നെ പറയും, ഞാൻ എന്തോ ഒക്കെ അറിയാതെ പറഞ്ഞു പോയി, അത് ചീത്തയൊന്നുമല്ല, നല്ല നല്ല വാക്കുകളാണ് മലയാളത്തിൽ, നിങ്ങളത് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞതൊക്കെ ഇരിക്കും. പക്ഷേ നമ്മൾ ചരിത്രം ഒരു രാജ്യത്തിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ
വരുമ്പോൾ ഒരേ സമയത്ത് മനുഷ്യ മനസ്സ് ഒരേ സമയത്തും എല്ലാ സമയത്തും ദ്വന്ദ്ങ്ങളുടെ, രണ്ട് ഭാവങ്ങളുടെ സമ്മിശ്രമായി. ഒന്ന്, നിങ്ങൾ സന്തോഷമില്ലാതെ ഭൂമുഖത്ത് ജീവിക്കാൻ കഴിയില്ല. എത്ര സന്തോഷിച്ചാലും ഏകാന്തതയുടേതായിട്ടുള്ള, ഒരിക്കലും നമുക്ക് എത്ര നിയന്ത്രിക്കാൻ നിയന്ത്രിച്ചാലും ശ്രീബുദ്ധൻ പറഞ്ഞതുപോലെ കടലിൻ്റെ ഉപ്പിനേക്കാൾ കൂടുതൽ ഉപ്പുള്ള എന്തെങ്കിലും ഈ ലോകത്തുണ്ടായിട്ടുണ്ടെങ്കിൽ അത് മനുഷ്യരുടെ കണ്ണുനീര് തന്നെ എന്ന് 2400 വർഷത്തിന് മുമ്പ് ബുദ്ധൻ പറഞ്ഞിട്ടുണ്ട്. മനുഷ്യരെ സങ്കടപ്പെടുന്ന മനുഷ്യരാണ്. എത്രയെത്ര ഒരിക്കലും പൊറുക്കാനാകാത്ത അനുഭവങ്ങൾ. അതിൻ്റെയൊക്കെ ഒരു ചരിത്രം നമുക്ക് പറഞ്ഞാൽ തീരില്ല. ആ അനുഭവങ്ങളിൽ നിന്നാണ് അതിൻ്റെ സാഹിത്യവും അതിൻ്റെ ദൃശ്യകലാരൂപങ്ങളും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ റോഡിൽ നടന്ന തെറിപ്പാട്ട് പാടുമ്പോൾ, തെറിപ്പാട്ട് എന്നുള്ളതിൻ്റെ ഗ്രീക്ക് വാക്ക് കൊമോഡിയ എന്നാണ്. കൊമോഡിയ എന്നാണ്. KOMODIA, കൊമോഡിയം ഗ്രീക്ക് വാക്കാണ്. അതിൻ്റെ അർത്ഥം വൾഗർ സോങ് എന്നാണ്. അതിൽ നിന്നാണ് കോമഡി എന്ന വാക്ക് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഒരേ സമയത്ത് ഗ്രീസിൽ നടന്നുകൊണ്ടിരിക്കുന്ന, അന്ന് ഞാൻ പറഞ്ഞു വരുന്നത് ഈ കൃത്യമായിട്ട് 2500-നും 2400-നും ഇടയ്ക്കുള്ള 100 വർഷത്തിന്റെ ചരിത്രം മാത്രമാണ്. ഞാൻ അതിൻ്റെ അപ്പുറത്തേക്കും പോയില്ല, മറ്റു സൈഡിലേക്കും പോയില്ല. ഈ 100 വർഷത്തെ ചരിത്രത്തിൽ ലോക ക്ലാസിക്കുകൾ എന്ന് വിശേഷിപ്പിക്കുന്ന ധാരാളം രചനകളുണ്ട്. ആദ്യം നമ്മൾ ഈ ഇന്നത്തെ ചർച്ച തുടങ്ങുമ്പോൾ അന്ന് പറഞ്ഞതുപോലെ ഇത് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നതിന് നമുക്ക് അസൂയ തോന്നുന്ന രീതിയിലുള്ള അതിമനോഹരമായ ഒരു തിയേറ്റർ, അക്രോപോളിസ്, ഒരു ആംഫി തിയേറ്റർ, വലിയ സ്റ്റേഡിയം പോലെ ഉള്ളതിൽ അതിൻ്റെ 2 സൈഡിലും ജനങ്ങൾ ഇരിക്കുന്നു, സ്റ്റെപ്പായിട്ടിങ്ങനെ. അതിൻ്റെ ഒരു മറ്റൊരു അവസരത്തിൽ നമുക്ക് അതിൻ്റെ ഒരു ചിത്രം കാണണം. നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. 13,000, 14,000, 15,000 ആൾക്കാരാണ് ഈ സ്റ്റേഡിയത്തിൽ ഇരുന്നിട്ട് ഈ ആംഫി 2 സൈഡിലും. ആംഫി എന്ന് വെച്ചാൽ അർത്ഥം 2 സൈഡിലും എന്നാണ്. ആംഫിബിയൻ കേട്ടിട്ടില്ലേ? ശരത് പവാറിന്റെ മരുമകൻ ആംഫിബിയനാണ്. ഇന്ന് BJP-യിലാണ്, നാളെ ശരത് പവാറിൻ്റെതാണ്. അപ്പൊ 2ലും അദ്ദേഹം കരയിലും വെള്ളത്തിലും അദ്ദേഹം ഇങ്ങനെ കളിച്ചോണ്ടിരിക്കും. അപ്പോ ആ ആംഫി എന്നുള്ള വാക്ക് അത് 2 ഭാഗത്തും നിന്നതിൽ നിന്നാണ് ആംഫി തിയേറ്റർ. 2 സൈഡിലും ജനങ്ങൾ ഇരിക്കുന്നു, 2 സൈഡിൽ നിന്ന് ശബ്ദം വരുന്നു. ആംഫി തിയേറ്റർ മനുഷ്യ ചരിത്രത്തിൽ ആദ്യമായിട്ട് പണിതത് ഗ്രീസിലാണ്. 2500 വർഷങ്ങൾക്ക് മുൻപ് ആ ആംഫി തിയേറ്ററിന്റെ നടുവിൽ ഒരു ആക്ടിംഗ് സ്പേസ് ഉണ്ട്. കാഴ്ച. ആക്ടിംഗ് സ്പേസിന്റെ പേര് ഓർക്കസ്ട്ര എന്നായിരുന്നു. ഇന്ന് ഓർക്കസ്ട്ര അർത്ഥം മാറി. മറ്റേത് നടനും നടിയും, നടിയുണ്ട്, അത് മുഴുവൻ പുരുഷന്മാർ വേഷമിട്ടതാണ്. അപ്പോ ഈ നടനും നടിയുമെല്ലാം നമ്മുടെ കഥകളി പോലെ കുടിയാട്ടം മാസ്ക് ധരിച്ചിരുന്നു. കഥകളി പോലെ മാസ്ക് നോക്കിയിട്ട് നിങ്ങൾക്കറിയാം ഉന്നത കുലജാതനാണോ, സാധാരണക്കാരനാണോ, പുരുഷനാണോ, സ്ത്രീയാണോ,
നായകനാണോ വില്ലനാണോ എല്ലാം മാസ്ക് ധരിച്ചു. വിശാലമായ ആക്ടിങ് സ്പേസ് ആണ്. ആ ആക്ടിങ് സ്പേസിന്റെ പിന്നില് ഒരു സ്റ്റേജ് ഉണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് പ്രൊസീനിയം തിയേറ്റർ. പ്രൊസീനിയം ഈ ആദ്യത്തെ ആംഫി തിയേറ്ററിൽ നടനും നടിക്കും കോറസിനും കയറി വരാനായി തയ്യാറാക്കിയ ഒരു പ്ലാറ്റ്ഫോമാണ് പ്രൊസീനിയം എന്ന് പറയുന്നത്. ചുറ്റും ആൾക്കാരിരുന്ന് കാണും. പ്രൊസീനിയം സ്റ്റേജ്. ഈ പ്രൊസീനിയം സ്റ്റേജില് അതിൻ്റെ ഈ കോറസ് ആദ്യം 50 പേരായിരുന്നു കോറസ്. 25 പേര് ഈ ഭാഗത്ത് നിൽക്കും, 25 പേര് ആ ഭാഗത്ത്. കോറസ് ഗായക സംഘം. കോറസ് ഇല്ലാതെ ഗ്രീക്ക് നാടകമില്ല. കോറസാണ് സംസാരിക്കുന്നത്. കോറസ് ചോദ്യങ്ങൾ ചോദിക്കും. നടനും കഥാപാത്രങ്ങൾ ഉത്തരം പറയും. അപ്പോ കോറസ് ഇതൊരു സ്റ്റേജ് ആണെങ്കിൽ അവിടെ നിന്ന് ഈ 50 എന്നുള്ളത് പിന്നീട് 15 കുറഞ്ഞു. ആ ഭാഗത്ത് നിന്ന് 8 പേര് വരും, ഈ ഭാഗത്ത് നിന്ന് 8 പേര് വരും. അവർ നൃത്തം ചെയ്യുകയും ചെയ്യും, പാട്ട് പാടുകയും ചെയ്യും. ഈ കോറസാണ് കഥ മുൻപോട്ട് കൊണ്ടുപോകുന്നത്. ഈ കോറസാണ് 13,000 പേര് വരെ. ചിലര് ഗ്രീക്കുകാരോടുള്ള സ്നേഹം കൂടിയിട്ട് 25,000 ആൾക്കാർ ഇരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും 13,000 ആൾക്കാർ, 14,000 ആൾക്കാർ ഇപ്പോഴും ഇരിക്കാൻ കഴിയുന്നു. അതിൻ്റെ ഒരു ആർക്കിടെക്ചറിൻ്റെ പ്രത്യേകത കൊണ്ട് അവിടെ സെൻറ്ററിൽ നിന്ന് പറഞ്ഞാൽ ഏകദേശം എല്ലാവർക്കും മൈക്കില്ലാതെ കേൾക്കാം. മൈക്കില്ല, ഇലക്ട്രിക് വെളിച്ചമില്ല, യാതൊരു സൗകര്യങ്ങളില്ല. അതേസമയം ഈ ഈസ്കിലസ് ആണെങ്കിലും സോഫോക്ലിസ് ആണെങ്കിലും യൂറിപ്പിഡിസ് ആണെങ്കിലും അരിസ്റ്റോഫനിസ് ആണെങ്കിലും ദീർഘമായിട്ട് എങ്ങനെയാണ് ഒരു കഥാപാത്രം കടന്നു വരേണ്ടത് എന്ന് എഴുതിയിട്ടുണ്ട്. പന്തത്തിന്റെ വെളിച്ചത്തിലാണ് രാത്രി നടന്നിട്ടുള്ളത്. മിക്കവാറും രാവിലെ തന്നെ നാടകമൊക്കെ തുടങ്ങും. കാരണം ചിലപ്പോൾ ഈ പ്രശസ്തരായ നാടകൃത്തുക്കൾ തന്നെ പറയും, അത്രയും കുറഞ്ഞ വെളിച്ചം മതി, എൻ്റെ നാടകം രാത്രിയിൽ മാത്രം അഭിനയിച്ചാൽ മതി. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ നാടകത്തിൻ്റെ ആത്മാവെന്ന് പറയുന്നത് അന്ധകാരത്തിൽ നിന്നും വെളിച്ചത്തിലേക്കുള്ള മനുഷ്യൻ്റെ യാത്രയാണ്. അതിന് നിങ്ങൾ രാത്രി തന്നെ അഭിനയിക്കും. റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോ നമുക്ക് ഒരു എൻലൈറ്റൻഡ് ആയിട്ടുള്ള ഒരു സമൂഹമുണ്ട്, ഒരു ജനാധിപത്യം നിലനിന്നിരുന്നു. അത്ഭുതപ്പെട്ടു. ഇങ്ങനെ ഒരു രാജാവിൻ്റെ മുഖത്ത് നോക്കിയിട്ട് നിങ്ങൾ രാജാവായിരിക്കാം, പക്ഷേ ചോദ്യം ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട് എന്ന് പല നാടകങ്ങളിലും നമുക്ക് ചില കഥാപാത്രങ്ങൾ പിന്നെ പറയുന്നത് കേൾക്കാം. പിന്നെ എന്തൊക്കെയാണ് ഈ 100 വർഷത്തെ ഈ രാജ്യത്തിൻ്റെ കുഴപ്പങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, 5 ലക്ഷം ജനങ്ങളിൽ 1.25 ലക്ഷം അടിമകളായി. 2, സ്ത്രീകൾക്ക് പൊതുജീവിതത്തിൽ യാതൊരു സ്വാതന്ത്ര്യവുമില്ല. കഥാപാത്രങ്ങളായിട്ട് ഏത് പുരുഷനും അസൂയ തോന്നുന്ന രീതിയിലുള്ള വലിപ്പമുള്ള കഥാപാത്രങ്ങളാണ് ഗ്രീക്ക് നാടകങ്ങളിലെ സ്ത്രീ കഥാപാത്രങ്ങൾ. മിക്കവാറും പുരുഷന്മാരെ കാട്ടി കൂടുതൽ നാം എല്ലാം ഓർക്കുന്നത് ഗ്രീക്ക് നാടകങ്ങളിലെ സ്ത്രീ കഥാപാത്രങ്ങളാണ്. എന്തൊരു സ്ട്രെങ്ത്! അവരുടെ ഒരു കഴിവെന്നല്ല, അത് ചില വാക്കുകളൊക്കെ പറയുമ്പോൾ പുരുഷൻ
അസാധാരണമായിട്ടുള്ള ശാരീരിക ശക്തിയുള്ളവരാണ്ട് ഇല്ലായിരുന്നെങ്കിൽ ബോധം കെട്ട് വീണുപോയി. സ്ത്രീകളുടെ വാക്കുകൾ കേൾക്കും. അത്ര പവർഫുൾ ആയിട്ടുള്ള കഥാപാത്രങ്ങളാണ് ഗ്രീക്ക് നാടകങ്ങളിലെ സ്ത്രീ കഥാപാത്രങ്ങൾ. പക്ഷേ നാടകം കാണാൻ വരുന്നതിൽ ഭരണാധികാരിയും ബന്ധപ്പെട്ട കുറച്ചു പേരുടെയും പ്രത്യേക റെക്കമെൻഡേഷൻ ഇല്ലെങ്കിൽ സ്ത്രീകൾക്ക് പ്രവേശനമില്ല. അടിമകൾക്ക് പ്രവേശനമുണ്ട്, ഇരിക്കാൻ പാടില്ല. നമ്മളിത് പറയുമ്പോൾ നമ്മുടെ കേരളത്തിലെ അല്ല ഇന്ത്യയിലെ സ്ഥിതി വിശേഷമൊക്കെ നമുക്ക് ആലോചിക്കാം. എന്തൊരു രാജ്യം, സ്ത്രീക്ക് സ്വാതന്ത്ര്യമില്ലാത്ത രാജ്യമല്ലേ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് ഒരു അടിമയോട് പെരുമാറേണ്ടത് എന്ന് ചോദിക്കുന്നതിന് മുൻപ് സോക്രട്ടീസിന്റെ ചോദ്യം ഞാൻ ചോദിക്കണം. ആത്മപരിശോധന നടത്തും. നിങ്ങൾ ഈ പറയുന്ന നിങ്ങളുടെ രാജ്യത്ത്, അതും 2500 വർഷത്തിന് മുമ്പുള്ള കാര്യം, ഒരു 100 വർഷത്തിന് മുൻപ് വരെ കേരളത്തിൽ അടിമകൾക്ക് എത്ര സ്ത്രീകളാണ് നാടകവും മറ്റുള്ളത് കാണാൻ പോയിരുന്ന് സ്വതന്ത്രമായിട്ട് ഇരുന്നത് എന്നുള്ളത് കൂടി നമ്മൾ ആലോചിക്കണം. മറ്റൊരു ഇതിൻ്റെ ഒരു ക്രിട്ടിക്കലായിട്ടൊരു കാര്യം, ഈ ഒരു ഞാൻ അവർക്ക് തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ഈ ഒരു സുവർണകാലത്തിൻ്റെ ഇത്രയും വലിയ ഒരു ലോകത്ത് 7 അത്ഭുതങ്ങൾ എന്നൊക്കെ ഉണ്ട്. 7 അല്ല, ലോകത്തിൽ ഏറ്റവും വലിയ അത്ഭുതമെന്ന് ഞാൻ ധൈര്യമായിട്ട് പറയാൻ കഴിയുന്നത് ഈ 100 വർഷത്തെ ഗ്രീക്ക് സംസ്കാരം മാത്രം. പെരിക്ലിസ് ഒരു ഓർഡർ ഇട്ടു. ആഥൻസിന് വരും തലമുറയ്ക്ക് കാണാനായിട്ട് മനോഹരമായ ഒരു ബിൽഡിംഗ്, ഒരു കെട്ടിടം പണിയണം. പാർത്തിനോൺ എന്നാണ് അതിൻ്റെ പേര്. പാർത്തിനോൺ 1640 വെനീസിലെ രാജാവ് ഈ ഗ്രീസിലെ രാജാവുമായിട്ട് യുദ്ധം എന്തോ തുടങ്ങിയപ്പോൾ അന്ന് കയ്യിലുണ്ടായിരുന്ന വെടിമരുന്ന് മുഴുവനും ഈ പാർത്തിനോണിൻ്റെ ഉള്ളിൽ കൊണ്ടുവച്ചിട്ട് തീ കത്തിച്ചു. അതുവരെ ആ കെട്ടിടത്തിൻ്റെ ഉൾഭാഗം ഇന്നും കെട്ടിടത്തിൻ്റെ പുറം നമുക്കവിടെ ചെന്നാൽ കാണാം. പാർത്തിനോൺ ആ കുന്നിൻ്റെ ചരിവിൽ അവിടെ നിന്നാൽ ദൂരെ കടൽ മുഴുവൻ കാണാം. പാർത്തിനോണില് ഭരണാധികാരി ജനകീയ സമിതി അതിന് ഒരു തീരുമാനമെടുത്തു. ഈ പാർത്തിനോൺ ഇതിൽ നമ്മുടെ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് കണ്ടിട്ടില്ലേ? 2500 വർഷം ലോകം മുഴുവൻ അനുകരിച്ചിരുന്ന വട്ടത്തിലുള്ള വളരെ ഉയരമുള്ള തൂണുകൾ ഗ്രീക്ക് ആർക്കിടെക്റ്റ് കണ്ടുപിടിച്ചത്. നമ്മുടെ പാർലമെന്റ് ഹൗസ് കണ്ടിട്ടില്ലേ? അതിൻ്റെ ആ തൂണ് കണ്ടിട്ട് ഗ്രീക്ക് ആർക്കിടെക്ചറാണ്. നിങ്ങളുടെ രാജ്യത്ത് നിങ്ങൾക്ക് ഒരു വലിയ എഴുത്തുകാരൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായേക്കാം, ഒരു വലിയ ശാസ്ത്രജ്ഞനുണ്ടായേക്കാം, ഒരു വലിയ അസ്ട്രോണമർ ഉണ്ടായേക്കാം. പക്ഷേ ഇത്രയും ചരിത്രകാരന്മാർ, നമ്മുടെ ദാർശനികന്മാർ, അത് വിൽ ഡ്യൂറന്റിന്റെ ദ സ്റ്റോറി ഓഫ് ഫിലോസഫി എന്നുള്ള പുസ്തകം ഒന്ന് വായിച്ചാൽ ആ ഫിലോസഫേഴ്സിന്റെ ഒരു പരമ്പര നമുക്ക് എത്ര മനോഹരമായൊരു പുസ്തകമാണെന്നറിയാം. അത് വായിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫിലോസഫിയിലേക്ക് കിടക്കാം. എന്തുകൊണ്ട് നമ്മുടെ ഇന്ത്യൻ ഫിലോസഫി നമുക്ക് അങ്ങനെ ഫിലോസഫേഴ്സിൻ്റെ ഒരു പരമ്പരയില്ല? മോശമായിട്ടല്ല. ഇന്ത്യൻ ഫിലോസഫി മോശമാണെന്ന് സാമാന്യബോധമുള്ള ആരും പറയുന്നത് ശരിയല്ല. പക്ഷേ ഒരു വലിയ വ്യത്യാസമുണ്ട്. ഭൗതിക മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള
നമ്മൾ നേരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ആ കാഴ്ച അതിൻ്റെ സോക്രട്ടീസ് മുതൽ നമ്മുടെ ഒരു 2013 അന്തരിച്ച ഒരു പ്രശസ്തരായ മാർക്സിസ്റ്റ് ഫിലോസഫറുണ്ട്, പേര് ഞാൻ മറന്നുപോയി, ബെർട്രൻഡ് റസ്സൽ. അതിന് ശേഷം ഒരു 300-400 ഫിലോസഫേഴ്സ് ഉണ്ട്. ഹെഗല്, നീഷയുടെ ഫ്രെഡറിക് നീഷെ ജർമ്മൻ ഫിലോസഫറാണ്. അദ്ദേഹത്തിൻ്റെ അതിമനോഹരമായ പുസ്തകമുണ്ട്, ദ ബർത്ത് ഓഫ് ട്രാജഡി, ട്രാജഡിയുടെ ജനനം. ഒരു പ്രാവശ്യം വായിച്ചപ്പോൾ എന്തൊരു ആഴം, എന്തൊരു വലിപ്പം ഒരു പുസ്തകത്തിന്. എന്തുകൊണ്ട് നമ്മൾ ആദ്യം ഇവിടെ എനിക്ക് മുമ്പ് അത് മോഹനും ജോയ് പോളും ഒക്കെ ഉന്നയിച്ച ചോദ്യത്തിന് അദ്ദേഹം ഉത്തരം പറയുന്നു. എന്തുകൊണ്ട് നിങ്ങൾ ഇന്നും ഗ്രീക്ക് നാടകങ്ങൾ ആസ്വദിക്കുന്നു? അത് വീരശൂര പരാക്രമികളെ പറ്റിയിട്ടാണ്, സാധാരണ ജനങ്ങളെ പറ്റിയിട്ടല്ല. എന്നിട്ടും അതൊന്ന് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിർനിമേഷരായി കണ്ണിവെക്കാതെ അവസാന നിമിഷം വരെ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് കഥാപാത്രങ്ങളോട് താതാത്മ്യം പ്രാപിക്കുകയും അവസാനം അരിസ്റ്റോട്ടിൽ പറഞ്ഞ പോലെ നമ്മളുടെ മനസ്സിൽ ഒരു ദ്രവീകരണം ഉണ്ടാകും. ഗ്രീക്ക് നാടകങ്ങൾ കാണും, നിങ്ങളുടെ മനസ്സിൽ ആ കഥാപാത്രങ്ങളോട് ഒരിക്കലും തീരാത്ത കാരുണ്യം ഉണ്ടാകും. അതേസമയം നിങ്ങളോട് തന്നെ മന്ത്രിക്കുന്നു, ഒരിക്കലും എനിക്ക് ഈ ഗതി ഉണ്ടാകരുത്, മറ്റൊരു മനുഷ്യന് ഈ സ്ഥിതി ഉണ്ടാകരുത്. അരിസ്റ്റോട്ടിൽ പറയുന്നത് പോലെ ഈ രണ്ട് ഭാവങ്ങളും നിങ്ങളിൽ നിറയുമ്പോഴാണ് ഒരു ട്രാജഡിയാണ്. അല്ലാതെ ഒരാളിന് അത് ഫിലോസോഫിക്കലായിട്ടുള്ള ദാർശനിക പ്രശ്നങ്ങൾ ദിവസങ്ങളോളം നിങ്ങളുടെ മനസ്സിനെ അലട്ടണം. അപ്പോൾ മാത്രമാണ് ഗൗരവമായ ട്രാജഡിയാകുന്നത്. അല്ലാതെ എനിക്ക് നിന്നെ ഇഷ്ടമാണ്, നീ വേറെ കല്യാണം കഴിക്കാൻ പോകും, ഓക്കെ, കരയുന്നു, കുഴച്ചിരിക്കുന്നു, ഓക്കെ, ഇതൊക്കെ എന്തോ ഒരു വില കുറഞ്ഞ രചനകളാണെന്ന് അറിയൂ. അതൊന്നും അല്ല. ഓക്കെ, അത് വായിക്കാൻ നിങ്ങൾ ചിരിച്ചു രസിച്ചു, ചിലപ്പോ ഒന്ന് കരഞ്ഞു, പക്ഷേ അതിനൊക്കെ അപ്പുറമുള്ള മനുഷ്യരാശിയുടെ തന്നെ ജീവിതത്തിലെ മറക്കാനൊക്കാത്ത അനുഭവങ്ങളെ കവിതയിൽ കൂടി ചിത്രീകരിക്കുമ്പോഴാണ്, അതിന് ആവിഷ്കാരം നടത്തുമ്പോഴാണ് ഒരു ക്ലാസിക്, ഒരു ടൈംലെസ് ക്ലാസിക് എന്ന പേര് വരുന്നത്. ഞാൻ ആരെയും ആക്ഷേപിക്കുന്നുണ്ട്, നിങ്ങൾ ഇങ്ങനെ ആക്ഷേപിക്കും. എന്നോട് ആൾക്കാരിങ്ങനെ ചോദിക്കാറുണ്ട്, എന്താണ് മാഷിന് ഈ നമ്മുടെ മലയാള സാഹിത്യത്തില് അല്ലെങ്കിൽ എഴുത്തച്ഛനും നാരായണ ഗുരു അല്ലാതെ വേറെ ഒരാളിനെ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും? ഒരു സംസ്ഥാനത്തെ ഒരു ഭാഷ സംസാരിക്കുന്നവരെ സ്വാധീനിച്ചത് പ്രയാസമാണത്. അതിന് നേരത്തെ പറഞ്ഞ പോലെ അറിവെന്ന് പറയുന്ന ആ ഒരു വലിയ മേഖലയുണ്ട്. അത് ഇന്നയാളുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന ഒരു ചെറിയ കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. നമുക്ക് നാളെ
നേരത്തെ പറഞ്ഞു വന്നത് നമ്മുടെ ഇന്ത്യൻ ഫിലോസഫിയിലെ ഒരു പ്രധാന ആശയമായിട്ട് വരുന്നത്, നിങ്ങൾ പരമമായ സത്യം കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇവിടുത്തെ മനുഷ്യ ജീവിതം എന്ന് പറയുന്നതിൻ്റെ മായയുടെ സ്വഭാവമാണ്. നിങ്ങൾ എത്തേണ്ടത് ആത്മാവിൻ്റെ പരമാത്മാവിലേക്ക് ലയിക്കുന്ന അതാണ് സാക്ഷാത്കാരം എന്നുള്ളത് ഇന്ത്യൻ ഫിലോസഫിയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് എന്താ ബാക്കിയുള്ളത്? ഇതെങ്ങനെ എത്തുമെന്ന് താഴോട്ടുള്ള വ്യാഖ്യാനം മാത്രമാണ്. വെസ്റ്റേൺ ഫിലോസഫി നേരെ ഓപ്പോസിറ്റാണ്. എവിടെ എത്തുമെന്നുള്ളതിനെ പറ്റി അവരിന്നും എത്തിയിട്ടില്ല. അതിൻ്റെ അന്വേഷണമാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇന്ത്യൻ ഫിലോസഫി പഠിച്ചവർക്ക് എനിക്കൊരു 100 പേര് പറയാൻ കഴിഞ്ഞെന്നിരിക്കും. പക്ഷേ സാധാരണ ഒരു ആവറേജ് ഇന്ത്യക്കാരന് ഇത്രയൊക്കെയാണ് ഇന്ത്യൻ ഫിലോസഫേഴ്സിന് എടുത്തു പറയാനുള്ളത്. എങ്ങനെ സാക്ഷാത്കാരം അല്ലെങ്കിൽ അത് നേടണം എന്നുള്ളതല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് പറയാനുണ്ടോ? വാക്ധോരണ മാത്രം പോരാ. ക്രിയാത്മകമായിട്ട് ഇന്നതൊക്കെയാണ് എന്ന് വ്യക്തമായിട്ട് 1, 2, 3, 4 എന്ന് അപ്പുറം 1, 2, 3, 4 എന്ന് പറയുന്ന അല്ല ഫിലോസഫി. ഫിലോസഫി കോംപ്ലിക്കേറ്റഡ് ആണ്. ഓക്കെ, കോംപ്ലിക്കേറ്റഡ് ആണ്. അതിനും നമ്മൾ സോക്രട്ടീസിലേക്ക് മടങ്ങണം. സോക്രട്ടീസ് പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യവും പോലും ജീവിതത്തിലത് ലളിതമായിട്ട് സൗന്ദര്യാത്മകമായി പറഞ്ഞു കൊടുക്കുന്നതാണ് നല്ല ഭാഷ. നമ്മുടെ നാട്ടിൽ ചെല്ലു പറഞ്ഞു, എന്തൊരു വലിപ്പം, എഴുത്ത് വായിച്ചാൽ ഒറ്റ അക്ഷരം മനസ്സിലാവില്ല. ഇതിലൊരു പ്രശ്നമുണ്ട്. എഴുത്ത് വായിച്ചാൽ മനസ്സിലാകണം. അല്ലെങ്കിൽ ഒരു അധ്യാപകന് നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ മനസ്സിലാകണം. രണ്ടിലൊന്നും വേണം. അത് നാടകത്തിൽ പ്രത്യേകിച്ചും ഗ്രീക്ക് നാടകത്തിലൊക്കെ ഒരു നിമിഷം പോലും ഒരു പ്രേക്ഷകൻ ഈ ആൾ പറഞ്ഞു എനിക്ക് മനസ്സിലാകുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. കാരണം നാടകത്തിൻ്റെ ഉദ്ദേശം അതല്ല, കമ്മ്യൂണിക്കേഷനാണ്. അപ്പൊ ഈ ഒരു നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ഒരു സുവർണകാലത്തിൻ്റെ ഏറ്റവും പൊയറ്റിക് ആയിട്ടുള്ള എക്സ്പ്രഷൻസ് ആണ് നാടകങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഇതിനെ പറ്റിയാണ് എന്താണ് ഒരു ഗ്രീക്ക് നാടക സങ്കല്പം. വളരെ ഒരു 10 മിനിറ്റിൽ അതുകൂടി പറഞ്ഞിട്ട് നമ്മുടെ ഇന്നത്തെ എന്താണ് ഗ്രീക്ക്? നമുക്കതിൽ അവസാനത്തിൽ തുടങ്ങുന്നത് എളുപ്പമാണ്. എന്താണെന്ന് വെച്ചാൽ അത് അരിസ്റ്റോട്ടിൽ നേരത്തെ പറഞ്ഞ സോക്രട്ടീസ്, പ്ലേറ്റോവിൻ്റെ ശിഷ്യനായിരുന്നു അരിസ്റ്റോട്ടിൽ ജീവിച്ചിരുന്ന കാലത്ത് അരിസ്റ്റോട്ടിലിന് വിശേഷിപ്പിച്ചിരുന്നത് എല്ലാ വിഷയങ്ങളും ഏറ്റവും കൂടുതൽ അറിയുന്ന പണ്ഡിതന്മാർ. അദ്ദേഹത്തിന് എല്ലാം അറിയാം. സാഹിത്യം അറിയാം, ദാർശനിക സിദ്ധാന്തങ്ങൾ അറിയാം, ആസ്ട്രോണമി അറിയാം, ശാസ്ത്രം അറിയാം, ആന്ത്രോപോളജി അറിയാം, സകലതും അറിയാം. പക്ഷെ ബെർട്രൻഡ് റസ്സൽ പറഞ്ഞ പോലെ എല്ലാം അറിയുന്നയാളും ആരും മിസ്റ്റേക്സിന് ഉപരിയല്ല. എല്ലാം അറിയുന്ന അരിസ്റ്റോട്ടലിൻ്റെ എഴുതി വെച്ചിട്ടുണ്ട്, പുരുഷന് 32 പല്ലും സ്ത്രീക്ക് 28 പല്ലും. റസ്സല് പറയുന്നുണ്ട്, സ്വന്തം ഭാര്യയോട് വായൊന്ന് തുറന്നു വെക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ തെറ്റ് അദ്ദേഹം എഴുതി വെക്കില്ല. ഒന്ന് പറഞ്ഞാൽ മതിയായിരുന്നു, നീ ഇതിന്റെ നോക്കണം ഞാൻ എന്നിട്ട്. എന്തുകൊണ്ട് അരിസ്റ്റോട്ടലിൽ തെറ്റ് ചെയ്തു?
കാരണം നമുക്കൊക്കെ ഉണ്ടാകുന്നത് പോലെ അരിസ്റ്റോട്ടലും വിശ്വസിച്ചു എനിക്കെല്ലാം അറിയാം. സോക്രട്ടീസ് നേരെ എതിരായിരുന്നു. അദ്ദേഹം പറഞ്ഞു എനിക്കൊന്നും അറിയില്ല. അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ്റെ ശിഷ്യൻ പറഞ്ഞു എനിക്കെല്ലാം അറിയാം. എങ്കിലും ഈ ഒരു ചെറുതായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ശരി തെറ്റുകൾ, ആ തെറ്റുകൾ മാറ്റിവെച്ചുകൊണ്ട് നമ്മൾ അരിസ്റ്റോട്ടലിനെ പഠിക്കുമ്പോൾ അസാധാരണമായിട്ടുള്ള ഒരു പണ്ഡിതനായിരുന്നു, പണ്ഡിത ശ്രേഷ്ഠനായിരുന്നു അരിസ്റ്റോട്ടൽ. ഇന്ന് നാം ചർച്ച ചെയ്യുന്ന, ഇനിയുള്ള ദിവസങ്ങളിൽ ചർച്ച ചെയ്യാൻ പോകുന്ന നാടക സംസ്കാരത്തെ പറ്റി വിശദമായ ഒരു പഠന ഗ്രന്ഥം, പൊയറ്റിക്സ്, സൗന്ദര്യശാസ്ത്രം, പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ എഴുതിയിട്ടുള്ളത് അരിസ്റ്റോട്ടൽ മാത്രമാണ്. വേറെ ആരും എഴുതിയിട്ടില്ല. ഗ്രീസ് പിന്നീട് ഈജിപ്തിലെ ടോളമിയും മറ്റുള്ളവരും ഗ്രീസ് കയ്യേറി അലക്സാണ്ട്രിയ എന്ന സ്ഥലത്തേക്ക് പോയപ്പോൾ അവിടുത്തെ ഭരണാധികാരി പ്രത്യേകം പറഞ്ഞു, ആ അരിസ്റ്റോട്ടലിന്റെ പുസ്തകങ്ങളെല്ലാം എടുത്ത് ഇവിടുത്തെ ലൈബ്രറി കൊണ്ടുവയ്ക്കണമെന്നോ. അങ്ങനെ അരിസ്റ്റോട്ടലിന്റെ പുസ്തകമാണ് നാം ആദ്യമായിട്ട് അലക്സാണ്ട്രിയ ലൈബ്രറി കാണുന്നത്. നമ്മൾ പറഞ്ഞില്ലേ, 1700 നാടകങ്ങളുള്ളത് മുഴുവൻ നശിച്ചു പോയി. 26, 27 അണ്ണവേ ഈ giants of literature എന്ന് നമ്മൾ പറയും. അധികാരന്മാർ, അവരുടെ നമുക്ക് ബാക്കി നിൽക്കുന്നത്, കൈമുതലായി കിട്ടിയിരിക്കുന്നത് ഒരു 26. അപ്പോ അരിസ്റ്റോട്ടൽ പറഞ്ഞു, ഞാൻ 2 പുസ്തകം എഴുതാൻ പോവുകയാണ്. ഒന്ന് ഞാൻ ട്രാജഡിയെ പറ്റിയിട്ടൊരു പുസ്തകം എഴുതും, മറ്റൊന്ന് ഞാൻ കോമഡിയെ പറ്റിയിട്ട് ഒരു പുസ്തകം എഴുതും. ട്രാജഡിയെ പറ്റി എഴുതി കഴിഞ്ഞപ്പോൾ പിന്നീട് അരിസ്റ്റോട്ടല് കോമഡിയെ പറ്റി ഒരു പേജ് എഴുതി നിർത്തി. അരിസ്റ്റോട്ടലിന് എന്തോ കോമഡിയോട് താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ അദ്ദേഹം എഴുതിയ ട്രാജഡിയെ പറ്റിയിട്ടുള്ള പുസ്തകം നമ്മളെല്ലാം അറിഞ്ഞിരിക്കണം. ഞങ്ങൾ ഈ സാഹിത്യം പഠിക്കുന്ന അധ്യാപകർ, പഠിക്കുന്നവരും ഞങ്ങൾ ഒരുപാട് പഠനങ്ങൾ നടത്തിയിട്ടുള്ള ഒരു പുസ്തകമാണ് അരിസ്റ്റോട്ടലിൻ്റെ പൊളിറ്റിക്സ്. അപ്പോൾ അതിൽ അദ്ദേഹം നമുക്ക് അതിന് പ്രിസ്ക്രിപ്റ്റീവ് ഇതാണ്, ഡിസ്ക്രിപ്റ്റീവ് അല്ല. അദ്ദേഹം പറഞ്ഞു തരികയാണ് എങ്ങനെയാണ് നിങ്ങൾ ഒരു മോഡൽ ട്രാജഡി എഴുതുന്നത്, ഏതാണ് ഒരു മോഡൽ ട്രാജഡി. അപ്പോൾ മോഡൽ ട്രാജഡിക്ക് അദ്ദേഹത്തിൻ്റെ നിർവചനം, നാടകം കണ്ടു കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സ് ആർദ്രമാകുകയും കാരുണ്യം കൊണ്ട് നിറയുകയും ഭീതി കൊണ്ട് ഈ മനുഷ്യനുണ്ടായിരിക്കുന്ന ഗതി മറ്റാർക്കും ഉണ്ടാകരുതേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോഴാണ് ഒരു നാടകം, ഒരു ട്രാജഡി അതിൻ്റെ പൂർണ്ണതയിലെത്തുന്നത്. അപ്പൊ നാം ഇതിന്റെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കണം. എങ്ങനെയാണ് ഈ പൂർണ്ണതയിലേക്കുള്ള ഒരു എഴുത്തുകാരന്റെ യാത്ര? അദ്ദേഹം 1, 2, 3, 4, 5 എന്ന് പറഞ്ഞിട്ട് അരിസ്റ്റോട്ടലിനെ വിവരിച്ചിട്ടുണ്ട്. ഏറ്റവും ഒന്നാമതായിട്ട് അദ്ദേഹം പറയുന്നത് നല്ല കെട്ടുറപ്പുള്ള ഒരു പ്ലോട്ട്, ഒരു സ്റ്റോറി അല്ലെങ്കിൽ ഒരു ഇതിവൃത്തം അല്ലെങ്കിൽ ഒരു പ്രമേയം ഒരു ട്രാജഡിക്ക് ആവശ്യമാണ്. ഒരു ട്രാജഡിക്ക് ഏറ്റവും ആവശ്യം നിങ്ങൾ ഒന്നിനു പുറകെ, ട്രാജഡി ഈസ് ദ ഇമിറ്റേഷൻ ഓഫ് ആൻ ആക്ഷൻ, നോട്ട് ഓഫ് മെൻ. ട്രാജഡി എന്ന് പറയുന്നത് അത് അനുകരണമാണ്. നാടക പ്ലേറ്റോയുടെ ശിഷ്യനായിരുന്നെങ്കിലും അരിസ്റ്റോട്ടല്
തൻ്റെ അധ്യാപകനെ കറക്റ്റ് ചെയ്തു. പ്ലേറ്റോ പറഞ്ഞു, ഈ നാടകൃത്തുക്കളെയും കവികളെയും മുഴുവൻ രാജ്യത്തിന് പുറത്താക്കണം. റിപ്പബ്ലിക് എന്നുള്ള പറയുന്നു, പുറത്താക്കണം എന്നുള്ളത്. കാരണം അലബറേറ്റ് കരയുന്ന മനുഷ്യരെയാണ് ഞാൻ അവിടെ കാണുന്നത്. അവര് അസത്യം കണ്ടിട്ട് കരയുകയാണ്. അരിസ്റ്റോട്ടിൽ പറഞ്ഞു, മനുഷ്യൻ ഒരു വികാരമുള്ള ഒരു വികാര ജീവിയാണ്. അവര് കരയുന്നെങ്കിൽ നിങ്ങൾ ആ കരച്ചിലെ നിർത്താൻ ശ്രമിക്കരുത്. അതിന് പകരം എന്തുകൊണ്ട് കരയുന്നു എന്നുള്ളത് പഠിക്കാൻ ശ്രമിക്കണം. ഏതെങ്കിലും ഒരു പ്രശ്നമുള്ള ഒരു കുട്ടിയോ ഒരു പുരുഷനോ അല്ലെങ്കിൽ ഒരു സ്ത്രീയോ കണ്ണീരൊഴുകുമ്പോൾ ടാപ്പ് അടയ്ക്കുന്നത് പോലെ പ്ലീസ് ക്ലോസ് ഇറ്റ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതിന് കാരണമുണ്ട്. അതിന്റെ കാരണങ്ങൾ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇബ്സന്റെ ഭൂതം എന്ന നാടകത്തിന്റെ ലോക ചരിത്രം മുഴുവൻ അത് ആവർത്തിച്ച് പറയുന്നുണ്ട്. ഇങ്ങനെയും ഒരു പ്രതിഭയുണ്ടാകും. ഒരമ്മയ്ക്ക് മകനെ സുഖമായിട്ട് നടന്ന മകൻ അവൻ്റേതല്ലാത്ത തെറ്റുകൊണ്ട് ക്രമേണ ഒരു ബുദ്ധി കുറവുള്ള കുട്ടികളെ പോലെ ഒരു ഡെലിക്വൻ്റ് ആയിട്ട് ഒരു എന്നേക്കുമായിട്ട് സ്ഥിരത നഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ കൊളാപ്സ് ചെയ്യുകയാണ്. അപ്പോ ഒരു രാവിലെ 4:30 മണിക്ക് അമ്മ മകനെ ഇങ്ങനെ കയ്യിലിങ്ങനെ ഉയർത്തിക്കൊണ്ട് അമ്മ വിലപിക്കുന്നുണ്ട്. ഒറ്റ മകനാണ്. തെറ്റുകൾക്ക് മുഴുവൻ ഉത്തരവാദി അവന്റെ അച്ഛനാണ്, പാവപ്പെട്ട ഇവനല്ല. അപ്പോ ആ വിലാപം നടക്കുമ്പോ എന്തുകൊണ്ടാണ് അമ്മ കരയുന്നത് എന്ന് അന്വേഷിക്കണം. അത് നോക്കണം. ഏത് റൈഡേഴ്സ് ടു ദ സീയില്, ജെയിംസിന്റെ റൈഡേഴ്സ് ടു ദ സീയില് എല്ലാ കുട്ടികളും മരിച്ചു. അപ്പൊ അമ്മയെന്ന് പറയുന്ന ഒരു വലിയ സങ്കല്പത്തിനുമായിട്ട് അതിൻ്റെ ചുറ്റും നിങ്ങൾക്കത് നിങ്ങളുടെ റാഷണലായിട്ട് മാത്രം ഉത്തരങ്ങൾ കണ്ടുപിടിക്കാനൊക്കുന്ന കാര്യമല്ല അമ്മയെ പൊതിഞ്ഞു നിൽക്കുന്ന വികാരങ്ങൾ. അത് ഗാന്ധാരി വിലാപത്തിലാണെങ്കിലും ഇത് ഗ്രീക്ക് നാടുകളില് പറഞ്ഞ ഞാൻ പ്രധാന കാര്യപ്പെട്ടു. അതായത് ഈ ഗ്രീക്ക് നമ്മൾ നാളെ മറ്റന്നാളൊക്കെ പറഞ്ഞാലും മതി, കുഴപ്പമൊന്നുമില്ല. അതായത് ഈ ഗ്രീക്ക് നാടകങ്ങളിൽ ഒരു പ്രത്യേകിച്ച് നിഷ്കർഷിച്ചിരുന്ന എല്ലാ കഥകളും എല്ലാ നാടകങ്ങളുടെയും ഇതിവൃത്തം ഹോമറിന്റെ ഇലിയഡും ഒഡീസി എന്നുള്ള പുസ്തകങ്ങളിൽ നിന്നായിരിക്കും. അവരുടെ ഇതിഹാസങ്ങളാണ് ഗ്രീക്കുകാരുടെ. ഇലിയഡ്, ഒഡീസി, ഹോമർ എന്ന ബ്ലൈൻഡ് പോയറ്റ്, അന്ധനായ കവി എഴുതിയതാണെന്ന് വിശ്വസിക്കപ്പെടും. അത് ഇതിനും ഈ ഗ്രീക്കുകാർക്ക് മുഴുവൻ നമ്മുടെ നാട്ടിൽ